بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവസാന നിമിഷം വരെ പരിശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹത്തായ ഒരു സന്ദേശം നമ്മുടെ ആളുകൾക്ക് നൽകണം എന്നാണ് ISM പുളിക്കൽ യൂണിറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമെന്നും പേറ്റില്ലമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ തറവാട്ടിൽ വന്ന് നമ്മുടെ കുട്ടികൾക്കു തന്നെ നമ്മുടെ ആദർശം ഒന്ന് ഉറപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ISM കമ്മിറ്റിക്ക് തോന്നിയെങ്കിൽ അത് വളരെ സാന്ദർഭികമാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ നേരത്തെ അബൂബക്കർ സലഫി പറഞ്ഞതുപോലെ നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മുടെ ആദർശം എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ അതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ നിൽക്കണമെങ്കിൽ ആദർശത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമ്മുടെ ആളുകൾക്കുണ്ടാകണം. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, സംഘടനയിൽ അനിവാര്യമായ ഒരു പിളർപ്പുണ്ടായപ്പോ നമ്മുടെ കൂടെ നിന്ന പലർക്കും എന്തിന് നമ്മൾ KNMന്റെ കൂടെ നിന്നു എന്ന് മനസ്സിലായിട്ടില്ല. ചില ആളുകളൊക്കെ ഒരു സംഘടന പിളരുമ്പോ മാതൃസംഘടനയുടെ കൂടെ നിൽക്കുന്നതല്ലേ ഒരു മാന്യത, വിമതന്മാരൊപ്പം പോണത് ശരിയില്ലാലോ എന്ന നിലക്ക് നമ്മുടെ കൂടെ നിന്നതാണ്. ഇവരൊക്കെ അതിന്റെ ഒപ്പല്ലേ, നമ്മളെ മാതൃസംഘടന ഇതല്ലേ, ആ പഴയത് മതി നമ്മക്ക് എന്ന് പറഞ്ഞ് നിന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്നാൽ നിന്ന പോലെ നിൽക്കണം, പിന്നെ ആടാൻ പാടില്ല. അതിനെന്തു വേണം, എന്തിനാ നമ്മൾ ഒപ്പം നിന്നത് അത് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു നായ്ക്കുറുക്കന്റെ സ്വഭാവം ഉണ്ടാവും. നായുമല്ല കുറുക്കനുമല്ല, നായ്ക്കളെ കൂട്ടത്തിലും പോവും കുറുക്കന്റെ കൂട്ടത്തിലും പോവും. അങ്ങനത്തെ നായ്ക്കുറുക്കന്മാരായി നമ്മൾ മാറാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തു ചെയ്യണം, എന്തു മനസ്സിലാക്കണമെന്നൊക്കെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. സുഹൃത്തുക്കളെ, സലഫി പ്രസ്ഥാനത്തെക്കുറിച്ചൊരു മുഖവുര പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സലഫി പ്രസ്ഥാനം വെറും ഒരാൾക്കൂട്ടമല്ല. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും പ്രമാണത്തിലും സമീപനത്തിലും സ്വഭാവത്തിലും ഒക്കെ അതിൻ്റെതായ വ്യതിരിക്തമായ വ്യക്തിത്വം വെച്ചു പുലർത്തുന്ന ഒരു നല്ല ദീനീ കൂട്ടായ്മയാണ് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. മറ്റു സംഘടനകളെ പോലെയുള്ളൊരു കേവല സംഘടനയല്ല യഥാർത്ഥത്തിൽ മുജാഹിദ് സംഘടന അല്ലെങ്കിൽ സലഫി സംഘടന എന്ന് പറയുന്നത്. മറ്റ് സംഘടനകളൊക്കെ ഇസ്ലാം അവർക്കൊരു മറ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിന് വേണ്ടിയുള്ള സംഘടനയാണ്. ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ സംഘടന. നമുക്ക് വലുത് ഇസ്ലാമാണ്. സംഘടനാ താല്പര്യവും ഇസ്ലാമിന്റെ താല്പര്യവും കൂട്ടിമുട്ടിയാൽ
ഇസ്ലാമിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. നേരെ മറിച്ച് മറ്റു പല സംഘടനകളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർക്ക് ഇസ്ലാം ഒരു മറ മാത്രം മതി. അവർക്ക് സംഘടനാ താല്പര്യത്തിനാണ് മുൻഗണന. അതുകൊണ്ട് തന്നെ ആളെ കൂട്ടാൻ വേണ്ടി ആദർശം മറച്ചുവെക്കുന്ന സ്വഭാവം അവർക്ക് ധാരാളമുണ്ട്. അതിന് വലിയ തെളിവ് ജമാഅത്തെ ഇസ്ലാമി 20 കൊല്ലം പോലെ മുത്തഫിക്ക് ഒലക്കണ്ട യോഗത്തിന് പോയാലും എന്താണ് ജമാഅത്തെ ഇസ്ലാമി നോന് തിരിയൂല. കാരണം അതോന് പറഞ്ഞു കൊടുക്കൂല. ജമാഅത്തെ ഇസ്ലാമി എന്താന്ന് ഓല് പറഞ്ഞു കൊടുക്കൂല. ഇപ്പൊ ജമാഅത്തിന് പോയാൽ ഐസ്ക്രീം കേസാ കേൾക്കുക, കുത്തുബീരും അതന്നെ ഉണ്ടാകുക. അങ്ങനെ ഓരോ സന്ദർഭത്തിലുമുള്ള രാഷ്ട്രീയ ഇഷ്യൂകളിൽ പറഞ്ഞിട്ട് ആളുകൾ എങ്ങനെ വികാരം കൊള്ളിച്ച് കൂടെ നിർത്താന്നല്ലാതെ മൗദൂദി പറഞ്ഞ മൗദൂദിസം എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കൂല. അതാണ് അതിന്റെ കഥ. അവരെ സംബന്ധിച്ചിടത്തോളം ആളെ കൂട്ടണം, അതിന് താൽക്കാലം എന്താ വേണ്ടത് അതൊക്കെ അവർ പറയും. എന്നാൽ സലഫി പ്രസ്ഥാനം അങ്ങനെയല്ല. സലഫി പ്രസ്ഥാനം ഒരു തുറന്ന പുസ്തകമാണ്. അതിന് ഹിഡൻ അജണ്ടകളില്ല. എന്തെങ്കിലും ഒന്ന് മറച്ചു വെച്ചിട്ട് പറയുന്ന സ്വഭാവം ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. ഉള്ളത് എല്ലാവർക്കും നോക്കിക്കാണാവുന്നതാണ്. സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഉള്ള ആദർശം എന്തോ അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഇത്ര ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഏത് പ്രസ്ഥാനം അവിടെ ഉള്ളത്? നമ്മൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ പോയി അറബി ഭാഷ പഠിച്ച് ഖുർആനും സ്വഹീഹായ ഹദീസുകളും ഒരു കൊടും കാട്ടിൽ പോയിരുന്നു പഠിച്ചോളൂ. ഒരു മുജാഹിദുമായും ബന്ധപ്പെടേണ്ട, ഒരു മുജാഹിദ് കാസറ്റും കേൾക്കണ്ട, ഒരു മുജാഹിദ് ബുക്കും സീഡിയും വാങ്ങണ്ട. നിങ്ങൾ സ്വതന്ത്രമായി അറബി ഭാഷ പഠിച്ച് ഖുർആനും സ്വഹീഹായ ഹദീസും ആദിമകാല മുസ്ലിമീങ്ങൾ സഹാബത്തും താബീങ്ങളും ഒക്കെ എങ്ങനെ ഉൾക്കൊണ്ടുപോ അതുപോലെ ഉൾക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ കട്ടായമായി പറയുന്നു നിങ്ങളുടെ ഒരു 100% സലഫിയായിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ പറയാൻ ഇവിടെ ആർക്ക് സാധിക്കും? എഴുതി തയ്യാറാക്കിയ ഒരു ആദർശ രേഖയൊന്നുമില്ല. ഇവിടുത്തെ ഖുറാഫികൾ പറയാറുണ്ട്, ഒരു മുജാഹിദ് സെന്ററിൽ മൗലവിമാര് മീറ്റിംഗ് കൂടി തീരുമാനിക്കുക, ഇന്നീൽ ഇന്ന അഭിപ്രായം, ഇന്നീൽ ഇന്ന അഭിപ്രായം. എന്നിട്ടിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കേന്ദ്ര സപ്ലൈ ഓഫീസിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസിക്ക്, ജില്ലാ സപ്ലൈ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസിക്ക്, അവിടുന്ന് റേഷൻ പീടിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കണമായി അയച്ചു കൊടുക്കലാണ്. സൂപ്പർ ഫൈനരി ഇത്ര, പച്ചരി ഇത്ര, പഞ്ചാര എത്ര, മൊത്തം എത്ര. ഇതുപോലെ മുജാഹിദ് സെന്ററിൽ മീറ്റിംഗ് കൂടിയിട്ട് ജില്ലാ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുക, ഓലത് മേഖലാ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ എഴുതി തയ്യാറാക്കിയ ആദർശ രേഖ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. സലീം ഹമദാനി എന്ന പണ്ഡിതൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ച ആളാണല്ലോ, നിങ്ങൾക്കറിയാലോ. അദ്ദേഹം മുജാഹിദായി സ്റ്റേജിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ശേഷം അദ്ദേഹം ഏപ്പിനൊന്ന് കാണണം എന്ന് വിചാരിച്ച് മുജാഹിദ് സെന്ററിൽ പോയി. സർ, ഞാനെന്താ ഇനി ചെയ്യേണ്ടത്? നിങ്ങൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതനുസരിച്ച് അങ്ങോട്ട് വായിച്ച് പഠിച്ച് അതങ്ങോട്ട് പ്രബോധനം ചെയ്തോളി. അല്ല, ഇവിടെ ഒരു ബുക്കുണ്ട്, നമ്മളെ KNMന്റെ ആദർശമൊക്കെ എഴുതിയൊരു ബുക്ക്, നിങ്ങളെല്ലാം പഠിച്ചിട്ടാ ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിനാ. അങ്ങനത്തെ ഒരു മദ്ഹബല്ല ഇത്. ഇതൊരു 5ാം മദ്ഹബാന്നാ ചില ആളുകളെ വിചാരം. നിങ്ങൾ നോക്ക്, ശൂറ കമ്മിറ്റി കൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ടിനിടും. 35-നെതിരെ 40 വോട്ടുകൾക്ക് വോട്ട് ചെയ്യൽ ഹലാൽ. കുറെ കാലം കഴിഞ്ഞിട്ട് 36-നെതിരെ 40 വോട്ടുകൾക്ക് വോട്ട് ചെയ്യൽ ഹലാൽ. അപ്പൊ ഒരിക്കൽ ഹറാം, ഒരിക്കൽ ഹലാൽ. അതൊക്കെ മുത്തഫിക്കുകളും കാർക്കൂനുകളും റാൻമൂളികളായി കേട്ടുപോരും. കേഡർ പാർട്ടിന്റെ സ്വഭാവത. കേഡർ പാർട്ടിയിൽ ചോദ്യം ചെയ്യലില്ല. ചോദ്യം ചെയ്യാറുള്ള ഒരു ധിക്കാരല്ലേ? വേണ്ട, ചോദിച്ച് മനസ്സിലാക്കാൻ ആയിക്കോട്ടെ. ചോദിച്ച് മനസ്സിലാക്കലില്ല. മേലെന്ന് വരുന്ന കാര്യങ്ങൾ അതെന്താ അങ്ങനെ? അങ്ങനെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഒരു ഖുറാഫിയാണെങ്കിൽ ചോദിച്ചാ ഞാൻ ആലിം ജാഹിൽ പറഞ്ഞാണ് കേട്ടോ എന്ന് പറയും. അതാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അതില്ല. ഏത് മൗലവിനോടും ചോദിക്കാം. ഉസ്താദെ, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തി ചോദിക്കുകയാണ്. സലഫിയെ അല്ലെങ്കിൽ മദനിയെ സുല്ലമിയെ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിയ നിങ്ങളിപ്പാ പറഞ്ഞിന് ഹദീസ് ഉണ്ടോ? എനിക്ക് നിങ്ങളത്ര വിവരമില്ല. ശരിയാണ്, നിങ്ങളോടൊരു ബഹുമാനക്കുറവില്ല കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞുതരാ ഹദീസ് ഒന്ന്, ആ ആയത്തൊന്ന് പറഞ്ഞുതരാം. നിങ്ങളെപ്പാ പറഞ്ഞു, അത് ഞാൻ ആലിമല്ലേ, ഇതാണ് കേട്ടാ പോരെ? പറയില്ല. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മെമ്പർഷിപ്പ് കൂട്ടിയിട്ട് ആളെ കൂട്ടിയിട്ട് ഒരു പഞ്ചായത്തിൽ മത്സരിക്കാൻ കൂടി നമുക്ക് ഉദ്ദേശമല്ല. അത് എല്ലായിടത്തും നമ്മൾ പറയലുണ്ട്, പുതിയ സ്ഥലത്ത് പ്രത്യേകിച്ചും. അതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല, അത് ഉള്ളതാ പറയണത്. മെമ്പർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോഞ്ഞു പിടിച്ച് ഓന് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്ത് മറ്റോല് കൊടുത്താളും അവിടെ ഓനപ്പം പിടിച്ച ഓൻ്റെയൊക്കെ കുറേ വേണ്ടാത്തരങ്ങളുണ്ട്. എന്നാലും വേണ്ടില്ല, ആളെ കൂട്ടുക. എല്ലാ കള്ളിത്തെറിഞ്ഞും ഈ സംഘടന പിളർന്ന സമയത്ത് അങ്ങനെ ചില കള്ളിത്തെറികളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നു. ഒരുത്തനും ഉണ്ടാവില്ല KNMല്. എന്നാ കള്ളിത്തെറിയെങ്കിൽ അത് പിന്നെ മേനയായി. പിന്നെ ഓനെക്കൊണ്ട് ഓന്റെ സർവീസും ഓന്റെ സഹായവും കൊണ്ട് അത് ഇവിടെ നിന്ന് നട്ട് പിന്നെ ഓനെക്കൊണ്ടല്ല മേനയാ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിക്കൂടാ. 4 ആളാണെങ്കിൽ 4 ആൾ മതി. അത് ആദർശം അറിയുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് കൂട്ടുക എന്നുള്ളത് നമ്മൾ സ്വഭാവമേ അല്ല.
ഇപ്പൊ ഞാൻ തലശ്ശേരി നാരങ്ങാപ്പുറം മുജാഹിദ് പള്ളിയിലാണ് ഒരേ വർഷങ്ങളായിട്ട് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ 1500-ന്റെയും 2000-ന്റെയും ഇടക്കാള് ജുമാക്ക് വരും. മെമ്പർഷിപ്പുള്ള മുജാഹിദ് പറഞ്ഞാൽ 200 എണ്ണം തേച്ചുണ്ടാവില്ല. ബാക്കിയൊരു 300-400 ഒക്കെ ഞങ്ങൾ സുന്നിയാണ് എന്ന് പറഞ്ഞവനായിരിക്കും. എന്നാൽ അതല്ലാത്ത 500, 600, 800 ആള് നമ്മുടെ അനുഭാവികളാണ്. അവർ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം എന്താ? സംഘടനാ ചട്ടക്കൂട്ടിൽ വരാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. മീറ്റിങ്ങിന് വരാനോ കൗൺസിലിന് പോകാനോ ഒന്നും. അതേ സമയത്ത് നമ്മളെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങും, നമ്മളെ പരിപാടിക്ക് വിളിച്ചാൽ വരും, നമ്മളെ കാസറ്റ് കൊണ്ടുപോകും, നമ്മൾ സംഭാവന ചോദിച്ചാൽ തരും. അവരൊന്നും നമ്മൾ രണ്ടാം കട പൗരന്മാരാക്കി മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം നമുക്കില്ല. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയി പ്രസംഗം വെക്കുമ്പോൾ എന്താ പറയല്? ഞങ്ങളെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നോ, ഞങ്ങൾ അൽമനാറ് വാങ്ങിയിട്ട് ഞങ്ങളെ സഹായിക്കണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ആദർശം മാറ്റിയിട്ട് ജീവിച്ചാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ ഈ കോട്ടങ്ങളെ പേര് ശിർക്കും വിദഅത്തും ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ആദർശം സ്വീകരിച്ചാൽ, കേരള മുസ്ലിമീങ്ങൾ ഈ ആദർശം സ്വീകരിച്ചാൽ മുജാഹിദ് സംഘടന പിരിച്ചുവിടും. അല്ല, ഉമർ മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പിരിഞ്ഞു പോകും. ഏതുപോലെ കമ്മ്യൂണിസം വന്നാൽ ഗവൺമെന്റ് ദ സ്റ്റേറ്റ് ഷാൾ വിതറവേ, മുറിന്റെ പൊറ്റ നടന്നു വീഴുന്നത് പോലെ ഗവൺമെന്റ് വീണുപോകുന്ന സോഷ്യലിസം വന്ന അതുമാതിരി മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആദർശം കേരള മുസ്ലിമീങ്ങൾ മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം മുറിന്റെ പൊറ്റ നടന്നു വീഴുന്ന പോലെ പോകും. ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ്. എന്താ സംഘടനക്കുള്ള പ്രാധാന്യം? സംഘടന വുജൂബ തന്നെ. മുജാഹിദ് സംഘടന എന്നല്ല, ഒരു മതസംഘടന രൂപീകരിക്കൽ ഫറലാണോ? അല്ല. സുന്നത്താണോ? അല്ല. പിന്നെയോ ജായിസ് മാത്രം. ഏതുപോലെ ഇപ്പൊ ഈ മൈക്കല്ലാതെ പ്രസംഗിച്ചാൽ എന്താ? കുറച്ചു നേരം പ്രസംഗിക്കുമ്പോൾ ചങ്ക് കടയും, കുറച്ചാളെ കേൾപ്പിക്കുമ്പോൾ അടുത്തിരിക്കുന്നു പറഞ്ഞാൽ കുറച്ചു നേരം പ്രസംഗിച്ച് നിർത്തേണ്ടി വരും. പക്ഷേ ഇത് ഒരുപാട് ആളെ കേൾപ്പിക്കാം. ബസ്സും കാറും ഒക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് നടന്നാലെത്തൂല, എത്തും. പക്ഷേ ചിലപ്പോൾ നേരം വെളുക്കൊണ്ടെത്താൻ അതേ പ്രശ്നമുള്ളൂ. ആ ഒരു സ്ഥാനം മാത്രമേ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സംഘടനക്ക് കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോക്ക്, ആദ്യം ഉണ്ടായ സംഘടന പണ്ഡിത സംഘടനയാണല്ലോ. 1950-കളിൽ KNM രൂപീകരിക്കുന്നത് വരെ പൊതുജനങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ളൊരു സംഘടനയല്ല. അതുവരെ ഇവിടെ മുജാഹിദ് പ്രവർത്തനമൊന്നും നടന്നിട്ടില്ലേ? 1950 വരെ ഇവിടെ പള്ളി നടന്നിട്ടില്ലേ? മദ്രസ നടന്നിട്ടില്ലേ? ബയൽ നടന്നിട്ടില്ലേ? സമ്മേളനം നടന്നിട്ടില്ലേ? ഒക്കെ നടന്നിട്ടുണ്ട്. ഐക്യസംഘം പിന്മാറി. ഐക്യസംഘം 1922 മുതൽ ഒരു 12 കൊല്ലം, ഒരു 32-34 വരെ, അത് കഴിഞ്ഞ് ഐക്യസംഘം പോയി. പിന്നെ പണ്ഡിത സംഘടന മാത്രം. പിന്നെ നമ്മൾ ജനകീയ സംഘടനയാക്കി പൊതുജനങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ വാജിബാണെങ്കിൽ ആ കാലത്തെ മുജാഹിദുകളൊക്കെ വാജിബ് ഉപേക്ഷിച്ചവരാവും. അങ്ങനെ അഭിപ്രായം നമുക്കില്ല. സുന്നത്താണെന്നും അഭിപ്രായമില്ല. പിന്നെയോ ഞാൻ ഇത് പറയാൻ കാരണം എന്താ പറയുക, സംഘടന ബിദ്അത്താണെന്ന് പറഞ്ഞൊരു കൂട്ടർ നടക്കുന്നുണ്ട്. ബിദ്അത്താണെങ്കിൽ ഇത് സുന്നത്താന്ന് നമ്മൾ പറയണ്ടേ, നല്ലത് ബിദ്അത്താവുള്ളൂ. ഇത് സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞത് ജായിസ് മാത്രം. അതിനെന്താ തെളിവ്? വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതേ സമയത്ത് കുറ്റകരമായ കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. ശത്രുതാപരമായ കാര്യങ്ങളിൽ സഹായിക്കരുത്. അതതിന്റെ തെളിവ്. ദഅവത്താകുന്ന ദീനീ പ്രവർത്തനമാകുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പള്ളി, മദ്രസ, ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെട്ട, മുസ്ലിമീങ്ങളെ പൊതുനന്മ ഉദ്ദേശിച്ചുള്ള നല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കുക, പല കഴിവുകളുമുള്ള ആളുകളുടെ കഴിവുകളെ ഒരുമിപ്പിക്കുക, ഏകോപിപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ നിലക്കു തന്നെ സംഘടനയെ നമ്മൾ മനസ്സിലാക്കുകയും സുതാര്യമായ നയനിലപാടുകളും സമീപനങ്ങളുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ സംഘടനയല്ല ആദ്യം ഉണ്ടായത്. ആദ്യം ഉണ്ടായത് ആദർശ അല്ലേ? ആദർശമുള്ള കുറെ ആളുകൾ പല ഭാഗത്തുണ്ട് എന്ന് കേട്ടു. അപ്പൊ പിന്നെന്താ നമ്മളെന്താണ്ട് ഒന്നായിക്കാളല്ലേ എന്ന് പറഞ്ഞിട്ട്, ഏതുപോലെ കോഴിക്കോട്ടങ്ങാടി എങ്ങനെ ഉണ്ടായത്? വളരെ മുമ്പ് പ്ലാൻ ചെയ്ത മാവൂർ റോഡ് എന്ന റോഡ് അവിടെ വരും, അവിടെ മൊഫൂസിൽ ബസ് സ്റ്റാൻഡ് ഒന്ന് ഇപ്പുറത്ത് വരും, ആകാശവാണി എപ്പുറത്ത് വരും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത ഒരു ലിങ്ക് റോഡ് പിന്നെ ഉണ്ടാവും. അല്ല, അത് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാ. ആദ്യം കുറെ ആളുകൾ ഇങ്ങനെ കച്ചവടത്തിന് പോയി, കുറെ തേങ്ങാ പീടിയക്കാർ അപ്പുറത്ത്, അപ്പൊ അവിടെ തേങ്ങാ പീടിയായി. മീൻ കച്ചവടക്കാർ അപ്പുറത്ത്, അവിടെ മീൻ പീടിയായി. കുറെ കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡ് തികയണില്ല, അപ്പൊ റോഡ് അങ്ങോട്ട് നീട്ടി. അപ്പൊ മാവൂർ റോഡ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക, അവിടെ മണ്ണിട്ടാണ് അവിടെ റോഡ് ഉണ്ടാക്കി. അപ്പൊ അത് വലിയ റോഡായി, അപ്പൊ അവിടെ വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി. അങ്ങനെ 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 ഉണ്ടായതാ കോഴിക്കോട്ടങ്ങാടി. ഇതുപോലെ മുജാഹിദ് സംഘടന ഉണ്ടായത്.
ആദർശം നേരത്തെ ഉള്ളതാണ്. സംഘടന പിന്നെ ആദർശ പ്രബോധനത്തിനുള്ള ഒരു ഭൗതിക ഉപകരണം എന്ന നിലക്ക് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. ആ നിലക്ക് സുഹൃത്തുക്കളെ നമ്മൾ അത് മനസ്സിലാക്കണം. കാരണം സംഘടന ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ നടക്കുന്നുണ്ട്. അത് സുന്നത്താണ് എന്ന് വാദിച്ചാൽ മാത്രമേ ബിദ്അത്ത് എന്ന വാദത്തിന് പ്രസക്തിയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖവുര നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദീസുകൾ എങ്ങനെ സ്വീകരിക്കണം എന്നതാണ് എൻ്റെ വിഷയം. ഹദീസിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ബഹുമാന്യനായ അബൂബക്കർ സലഫി ഇവിടെ പറയുകയുണ്ടായി. ഖുർആൻ മാത്രം മതി, ഹദീസ് ആവശ്യമില്ല എന്നൊരു കുപ്രചരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ 1000 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില പ്രതിഫലനങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. 1970കളിൽ ഉണ്ടായ മോഡേൺ ഏജ് സൊസൈറ്റി അല്ലെ, ചേകനൂർ മൗലവി, നിരീക്ഷണം മാസിക, അതൊക്കെ കേരള മുസ്ലിമീങ്ങളിൽ ഹദീസ് നിഷേധത്തിന്റെ വിഷവിത്ത് വിതക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ചേകനൂർ മൗലവിയെ മാന്തിയിട്ടും കാണുന്നില്ല. അരൂര് കുറെ മാന്തിയൊക്കെ, അപ്പുറത്ത് മാന്തിയൊക്കെ എവിടെയും കാണുന്നില്ല. അദ്ദേഹം പോയതിനു ശേഷം QSS എന്നൊരു സംഘടന, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊന്നുണ്ടാക്കി. അവരിപ്പോ 2 കഷ്ണായി. കഷ്ണായത് നമ്മളാരും അറിയാത്ത എന്താ വെച്ചാൽ അറിയാൻ മാത്രമേ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് നാട്ടില്. ഖുർആൻ ദർശനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ വേദ ദർശനം എന്ന് വേറൊന്നുണ്ടാക്കി. അവർ തമ്മിൽ തെറ്റിയ കാര്യമൊക്കെ വലിയ രസാ. ബക്കറത്തിന് പശുക്കുട്ടി എന്ന് പറയണോ മൂരിക്കുട്ടി എന്ന് പറയണോ, അതൊക്കെ ഓല തർക്ക. അതിന് പ്രബന്ധം അവതരിപ്പിക്കലും എന്നിട്ട് ഓഫീസ് പിടിച്ചെടുക്കലും കുറ്റിപ്പുറത്ത മറ്റേ ആജിയരും. അത് പറയുകയാണെങ്കിൽ അത് വേറെ പറയാണ്ട്. യഥാർത്ഥത്തിൽ ചേകനൂര് തുടങ്ങി വെച്ച ഹദീസ് നിഷേധം അത് ഡയലൂട്ട് ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണ് CM മൗലവി ചെയ്തത്. മനസ്സിലായില്ലേ? CN അഹമ്മദ് മൗലവി ചേകനൂരിനെ പോലെ ഒരു മതധ്വംസകനായിരുന്നില്ല, മതം പൊളിക്കാൻ വന്ന ആളല്ല. പക്ഷേ ബുദ്ധിജീവികളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും ഒക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മുസ്ലിം ലോകത്ത് കേട്ടു പരിചയമില്ലാത്തതും അതേസമയം അഹ്ലുസുന്നത്ത് തെറ്റിത്തെറിച്ചു പോയ കക്ഷികൾ ഏറ്റെടുത്തതുമായ ദുർവ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ പരിഭാഷയിലൂടെയും ഇസ്ലാം ഒരു സമഗ്രപഠനം എന്ന പുസ്തകത്തിലൂടെയും അദ്ദേഹം കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കേരള ജമിയത്തുൽ ഉലമ സടകുടഞ്ഞെഴുന്നേറ്റു. CN അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ, അദ്ദേഹം വലിയ ആളല്ലേ, അദ്ദേഹം വലിയ തഫ്സീർ എഴുതിയ ആളല്ലേ എന്നൊന്നും ചിന്തിച്ചില്ല. ഉമർ മൗലവി ഇറങ്ങി, KM മൗലവി ഇറങ്ങി. എന്നിട്ട് വ്യക്തമായിട്ട് CNism എന്താണെന്ന് കേരള മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ CNism ഇവിടുന്ന് പോയത്. ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഹദീസ് നിഷേധം ഖവാരിജുകൾ മുതൽ മടവൂരികൾ വരെ. അബ്ദുൽ മാലിക് മൊറയൂർ എഴുതിയ പുസ്തകമാണ്. നമ്മുടെ കടപ്പുറം സമ്മേളനത്തിൽ പ്രകാശനം ചെയ്ത പുസ്തകമാണ്. നമ്മുടെ കുട്ടികളൊക്കെ വായിക്കണം. ഈ സോക്കടി എവിടുന്നാ വരുന്നതെന്നും അതിന്റെ വേരെന്താണെന്നും അതെവിടുക്കാ എത്തുക എന്നൊക്കെ ശരിക്കും മനസ്സിലാകും. അത് വായിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഖുർആൻ മാത്രം മതിയെങ്കിൽ പിന്നെ എന്തിനാ റസൂലിനെ അയച്ചത്? ഒരു ഖുർആൻ ഇങ്ങനെ കൊണ്ടുവന്നു റസൂല്. ഇതാ ഒരു ഖുർആൻ, എന്താ മുഹമ്മദ് നബി എതിരുള്ളത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഒരു ഖുർആൻ അല്ലോ എന്ന് ഇതാ നിങ്ങൾ വായിച്ചു നോക്കി എന്ന് പറഞ്ഞ് റസൂലങ്ങ് പോയതാണോ? ഒരു പോസ്റ്റ്മാന്റെ റോള്, പോസ്റ്റ്മാൻ കത്ത്, നബീസ നിങ്ങളുടെ കത്ത്, മാപ്പിളന്റെ കത്ത്, അതിലെന്താ ഉള്ളത്? എനിക്കറിയാം, ഇജ്ജ് വിളിച്ചു വായിച്ചേക്ക് എന്ന് പോസ്റ്റ്മാൻ പറയില്ലേ? ആ ഒരു പോസ്റ്റ്മാന്റെ റോളേ ഉള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? ഒരിക്കലുമല്ല. ഈ ഉത്ബോധന ഗ്രന്ഥത്തെ നിനക്ക് ഇറക്കി തന്നത് മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടതിനെ നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക, ബയാൻ ചെയ്തു കൊടുക്കുക എന്നത് റസൂലുള്ളാഹിന്റെ കടമയാണ്. ആ ബയാൻ 2 രൂപത്തിലുണ്ട്. ഒന്ന്, ഇറക്കി തന്നത് മുഴുവൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ഒട്ടും മറച്ചു വെക്കാതെ. രണ്ടാമത്, അതിന് വിശദീകരണം പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, അഖീമുസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം. വർക്കഉ, നിങ്ങൾ റുക്കൂ ചെയ്യണം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അടക്കത്തിലും ഒതുക്കത്തിലും നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എങ്ങനെയാ നിസ്കരിക്കേണ്ട രൂപം? ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ കൊണ്ട് നിസ്കാര രൂപം സ്ഥാപിക്കാൻ ചേകനൂർ മൗലവി ശ്രമിച്ചു. ആകെ കുളമായി. കാരണം മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? നിലവിലുള്ള അഹ്ലുസുന്നത്തിന്റെ നിസ്കാര രീതി സ്ട്രക്ചർ എടുത്ത് മുമ്പിൽ വെച്ചു. അപ്പൊ ആദ്യം എന്താ നിസ്കാരത്തിൽ? അല്ലാഹു അക്ബർ. മൂപ്പരതിന് തെളിവ് വകബ്ബിർഹു തക്ബീറാ. അത് നിസ്കാരത്തെ പറ്റിയ
തക്ബീർ എന്നൊരു വാക്കുണ്ടായില്. അത്രേ ഓല കൗമിന് വേണ്ടുള്ളൂ. പണ്ട് മഖാമുകൾക്ക് കീരിനെ നേർച്ചാക്കാൻ വല്ല ആയത്തുണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചപ്പോ ഇൻകാന കബുറലൈക്കും മഖാമി വ തദ്കീരി, മഖാമുണ്ട് കീരിയുണ്ട് എന്നതുപോലെ ചേകനൂരിന്റെ ആയത്ത്. അത് യഥാർത്ഥത്തില് നൂഹ് നബിയോ മറ്റോ പറഞ്ഞതാണ്. എന്റെ നിങ്ങളുടെ ഇടയിലുള്ള ഈ നൃത്തം അതാണ് അവിടെ മഖാമ്. വ തദ്കീരി, എന്റെ ഉത്ബോധനം അത് നിങ്ങൾക്ക് വിഷമകരമാണെങ്കിൽ എന്നാ. പക്ഷെ മഖാമ് കീരി രണ്ടും കേട്ടാ മതിയല്ലോ എന്നതുപോലെ തക്ബീറിന്റെ തെളിവ്, റുക്കുവിന് തെളിവ്, വർക്കഊ. പിന്നെ നോക്കുമ്പോ ഈത്തിദാലിന് തെളിവ് കാണില്ല. അപ്പൊ ഇയാൾ റുക്കുവിന് നേരെ വീഴ, അത് ചേലില്ലാലോ. അപ്പൊ എണീറ്റ് വിശ്രമിച്ചതിന് ശേഷമാണ് സുജൂദിൽ പോകേണ്ടത്, അതിന് തെളിവില്ല. അവസാനം പറഞ്ഞ് വന്നു നോക്കുമ്പോ നിസ്കാരത്തിന് ഒഴിവാകാൻ സലാം വിട്ടൽ ഖുർആന് കാണില്ല. എങ്ങനെ ഇപ്പൊ ഇതൊന്നും ഒഴിവായി കിട്ടുക? ഒരു കീഴ്വായിട്ട് ഒഴിവാണ്ടി വരും, വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ ആ ചേകനൂര് നിസ്കാരത്തിന്റെ രൂപം വിവരിച്ചത് തല പോയ തെങ്ങുമ്മ കയറിയ മാതിരിയായി. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിന്റെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ രൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുക. 2 ദിവസം വന്നു, വഖത്തും കൂടി പഠിപ്പിക്കാനാ. അവ്വല് വഖത്തിന് വന്നു ആദ്യത്തെ ദിവസം, ആഖിർ വഖത്തിന് വന്നു രണ്ടാമത്തെ ദിവസം. ളുഹറിന്റെയും അസറിന്റെയും മഗ്രിബിന്റെയും ഇശാന്റെയും സുബഹിന്റെയും ആദ്യ വഖത്തിൽ വന്നു ഒരു ദിവസം, പിറ്റേന്ന് ആഖിർ വഖത്തിൽ വന്നു. എന്നിട്ട് പോകുമ്പോ പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നതിന്റെ ഇന്ന് വന്നതിന്റെ ഇടയിലുള്ളതാട്ടോ വഖത്ത്. റസൂൽ നിസ്കരിച്ചാണ് പഠിപ്പിച്ചു കൊടുത്ത്, കണ്ടോ? എന്നിട്ട് റസൂൽ അതുപോലെ നിസ്കരിച്ചു. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ രൂപം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഖുർആനിലുണ്ട്. പക്ഷെ ഖുർആനിൽ നിസ്കാരത്തിന്റെ രൂപമുണ്ടോ? ഇല്ല. അത് ഹദീസുകളിൽ നിന്നാണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നത്. സൂറത്തുൽ ബഖറയിലെ 238 ആയത്തിലതാ, ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾ ഭയത്തിലകപ്പെട്ടാൽ നടന്നുകൊണ്ടോ വാഹനത്തിലായിക്കൊണ്ടോ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. ഫൈദാ അമിൻതും, ഭയം നീങ്ങി നിർഭയത്വം വന്നാൽ, ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. മാലൻ തകൂനു തഅലമു, നിങ്ങൾക്ക് അറിവില്ലാത്ത സമയത്ത്. അപ്പൊ അള്ളാഹ് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ ഖുർആൻ മുഴുവൻ തെരഞ്ഞാലും നിസ്കാരത്തിന്റെ രൂപം കാണൂല. അതെവിടുന്നാ കാണുക? ഹദീസ് എന്നാണ്. 5 വക്ത് നിസ്കാരം ഖുർആൻ കൊണ്ട് കിട്ടുമോ? കിട്ടൂല. വലിച്ച് നീട്ടി CN വ്യാഖ്യാനിച്ചു നോക്കി. അയാളുടെ ബുക്ക് ഇറങ്ങിയ ഒരാഴ്ച കഴിഞ്ഞപ്പോ ചുട്ട മറുപടി കേകനൂരിന്റെ. കാരണം എന്താ? ഖുർആനിൽ 5 വക്ത് നിസ്കാരം പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിന്റെ വഖത്തുകളെ കുറിച്ചുള്ള സൂചനയുള്ളൂ. നമ്മളെ ഹദീസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് കിട്ടുന്നത്. മാത്രല്ല, നിസ്കാരത്തിന്റെ വഖത്തിനെ സംബന്ധിച്ച് ചേകനൂര് പ്രത്യക്ഷപ്പെട്ട കാലത്ത് പറഞ്ഞെന്താ അറിയോ? നിസ്കാരം 5 വഖത്തുണ്ട്, പക്ഷെ തൊഴിലാളികളൊക്കെ 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ തൊഴിലാളികൾക്കൊക്കെ വലിയ സന്തോഷമായി. എല്ലാ മൗലവിമാരും മുതലാളിമാരപ്പ, ഓൽക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിക്കരിക്കുക. നമ്മൾ ഈ തൊഴിലെടുത്ത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു മൗലവി ഇല്ലല്ലോ. തൊഴിലാളിക്കം സിന്ദാബാദ്, ചേകനൂർ സിന്ദാബാദ്, കുറെ ആള് മൂപ്പരപ്പം. എന്താ മൂപ്പര് കാട്ടിയെന്നല്ലോ? ഷിയാക്കളെ നിസ്കാരം എടുത്തു. ഇന്നും അതാ ലോകത്ത് ബഹ്റൈൻ പോയാൽ കാണാം, ഗർഭരാജ്യങ്ങളിലൊക്കെ പോയാൽ കാണാം. സൗദിയിൽ ചില പ്രത്യേക സ്ഥലത്തുള്ള അവിടെയുണ്ട്. ളുഹ്റും അസറും കൂടി 1, മഗ്രിബ് ഇശായും കൂടി 1, സുബഹി 1, 3 വക്ത്. 5 ഉണ്ട്. 5 വഖത്ത് നിസ്കാരം 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി. വഖത്തിന്റെ മലയാളമായി നേരെന്ന്. 5 വഖത്ത് നിസ്കാരം 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി അയാൾ പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞു ഗവേഷണം തുടർന്നു. പിന്നെ അയാൾ പറഞ്ഞു, അസിൽ തന്നെ 3 ഉള്ളൂ. ഇത് നിക്കരിക്കാൻ വേണ്ടി പറയണല്ലോ, നിക്കര ഒഴിവാക്കാൻ വേണ്ടി പറയണല്ലോ. മൂപ്പര പുസ്തകത്തിന്റെ പേരിലെ പരസ്യം എന്താ അറിയോ? നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരു ഉത്തമ ഗ്രന്ഥം. നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഗ്രന്ഥാണെന്നാ പറഞ്ഞ്. ചേകനൂര് 3 വക്ത് നിസ്കരിക്കോ നോക്കാൻ വേണ്ടി മൂപ്പര ഒപ്പ ചില ആള് ഉറങ്ങിയോലോ. എന്നിട്ടോ ഓൽക്ക് മനസ്സിലായത് നിസ്കരിക്കാൻ വേണ്ടി പറയണതല്ല. അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ മൂപ്പര് പറഞ്ഞ അസിൽ തന്നെ 3 ഉള്ളൂ. ഗവേഷണം വീണ്ടും തുടർന്നു. ഓരോ ഖുർആൻ പണ്ഡിതൻ അങ്ങനെ. ഒരു മഹമാലി വാശി ഉണ്ടായിരുന്നു നാട്ടിൽ, മണ്ണാർക്കാട്ടിന്ന് പെരുന്തമണക്കത്ത് ഗ്രാമർ മൗലാന എന്നാ പറയാ, വലിയ ഗ്രാമറിന്റെ ആളാന്നാ വെപ്പ്. അയാൾ നമുക്കൊക്കെ അയച്ചു തന്നിരുന്നു. നിസ്കാരം 3 വക്തേ ഉള്ളൂ അസിലിൽ തന്നെ. കുറെ കാലം കഴിഞ്ഞ് മൂപ്പര് ഗവേഷണം വീണ്ടും തുടർന്നു. പിന്നെ പറഞ്ഞ് 2 വക്തേ ഉള്ളൂ. ചേകനൂരിനെ മാന്തിയാ കിട്ടാത്ത കാലം വന്നപ്പോ USSR എഴുതി, നിസ്കാരം എന്നൊരു പ്രത്യേക കവാത്തൊന്നുമില്ല.
അതിനിങ്ങനെ ലക്ഷക്കണക്കോ ചിലവ് റുപ്യയിലൊക്കെ ഉണ്ട പള്ളിന്റെ ആവശ്യമല്ല. അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അല്ലാഹുവിനെ ഓർമ്മ ഉണ്ടായാ മതി. ഓരോ തൊഴിലാളിയും കൈക്കോട്ട് വെത്തണം. അല്ലാഹ് റബ്ബേ, ഓന്റെ നിസ്കാരം കഴിഞ്ഞ്. ഹോട്ടലിൽ ചായ വരണം, റബ്ബനാ, ഓന്റെ നിസ്കാരം കഴിഞ്ഞ്. വണ്ടി ഡ്രൈവ് ചെയ്യണോൻ, അല്ലോ, ഓന്റെ നിസ്കാരം കഴിഞ്ഞ്. ഇങ്ങനെ അള്ളാഹിനെ ഓർമ്മ ഉണ്ടായാൽ മതി. അങ്ങനെ നിസ്കാരം തന്നെ പറ്റിയ കവാത്തൊന്നുമില്ല. നിസ്കാരം തന്നെയല്ല, അതിന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവാക്കിയ പള്ളിന്റെ ആവശ്യമല്ല. എന്നിട്ട് അതിനൊരു ഒന്നു, അതിനൊരു കുളി, അതിനൊരു നജസ്ന് ശുദ്ധിയാകല്, അതിനൊരു ഷർത്ത് ഫർദ് ഒന്നും ആവശ്യമല്ല. അതാണ് ഗവേഷണം. മനസ്സിലായില്ലേ? അതാണ് സുഹൃത്തുക്കളെ, ഈ രൂപത്തില് പരിശുദ്ധ ഖുർആനിനെ ഹദീസ് ഒഴിവാക്കി വ്യാഖ്യാനിച്ചപ്പോൾ അവിടെ എത്തി. വെറും ഭാഷാർത്ഥം മാത്രം നോക്കി ഖുർആൻ വ്യാഖ്യാനിച്ചാൽ മതി എന്നൊരു വാദം നമ്മളെ മടവൂരികൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇഖ്റ ബിസ്മിക്ക് അർത്ഥം മാറിയത്. എന്നിട്ട് എന്നെ ന്യായീകരിക്കുക ചെയ്തത്. ഇഖ്റ ബിസ്മിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോ ജിബ്രീൽ വന്നിട്ട് ഇഖ്റ, നീ വായിക്കുക. മാനബി ഖാരീൻ, ഞാൻ വായന ശീലിച്ച ആളല്ല. അപ്പൊ അണച്ചു പിടിച്ചു. പിന്നെയും പറഞ്ഞു ഇഖ്റ, അപ്പോഴും പറഞ്ഞു മാനബി ഖാരീൻ. മൂന്നാമതും അണച്ചു പിടിച്ചപ്പോ എന്ത് ചെയ്തു? ഓതിക്കൊടുത്തപ്പോ നബി അത് ഏറ്റു ചൊല്ലി. അതാണ് ഇഖ്റ ബിസ്മിൽ മാലം യാലം വരെ ആദ്യം ഇറങ്ങിയത്. 2ാം ക്ലാസ്സിലെ കുട്ടിക്കിടന്ന കാര്യ. പക്ഷേ ഷബാബിൽ അച്ചടിച്ചു വന്നു. ഖറഅ എന്ന വാക്കിന് ജമഅ എന്ന അർത്ഥമുണ്ട്. ഒരുമിച്ച് കൂട്ടുക, ശേഖരിച്ചു വെക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടിവെക്കുക. അപ്പോൾ നിനക്ക് റബ്ബിനെ കിട്ടും, ഒരു സഖാവിനെ കിട്ടും. ജമിയത്തുൽ ഉലമയിൽ ചർച്ച വന്നപ്പോ കെ സുല്ലമി പറഞ്ഞു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഈ പ്രസ്ഥാനത്തിനോട് ഒരുപാട് കഷ്ടപ്പെട്ടു ഉറക്കൊഴിച്ച മനുഷ്യനാ. പക്ഷെ അവസാനം ഈ പാളയത്തിലാ പോയി പെട്ടത്. എന്താ ചെയ്യാ ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെ ഇഖ്റ ബിസ്മിന്റെ അർത്ഥത്തിൽ നിങ്ങൾ ഇതുപോലുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വ്യക്തമായ ഹദീസിൽ വന്നതിനെതിൽ ഇത്തരത്തിലുള്ള തഫ്സീറുകൾ നിങ്ങളെ സ്വന്തം തഫ്സീറൊന്നും പൊതുജനങ്ങളോട് പറയരുത്. ശരി, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, കണ്ടോ, നീ ഒരിക്കലും തന്നെ നിന്റെ നാവ് ചലിപ്പിക്കരുത്. എന്തിനു വേണ്ടി? ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി റസൂൽ ധൃതിയിൽ നാവ് ചലിപ്പിച്ചപ്പോ ഇറങ്ങിയ ആയത്താ. ആ ഖുർആനെ നിന്റെ മനസ്സിൽ നാം ഒരുമിച്ച് കൂട്ടിത്തരും, നാം നിനക്കത് പാരായണം ചെയ്തു തരും എന്നൊക്കെ ആയത്തിറങ്ങി. അത് വഹി ഇറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ട് ചലിപ്പിച്ചതിനെ കുറിച്ചാണ് ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ ബദുഉൽ വഹയിന്റെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ശബാബിൽ അച്ചടിച്ചു വന്നതെന്താ? ഇത് പരലോകത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, വഹയിനെ പറ്റിയല്ല. കാരണം അതിന്റെ മേലെ പറയുന്നതും പരലോകത്തെക്കുറിച്ചാണ്, ശേഷം പറയുന്നതും പരലോകത്തെക്കുറിച്ചാണ്. നേരത്തെ അബൂബക്കർ സൽവി പറഞ്ഞ മാതിരി ഹദീത്ത് വിട്ടിട്ട് തന്നിഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പോയി. അപ്പൊ എന്തായി അതിന്റെ അർത്ഥം? ലാ തുഹർരിക് ബിഹി ലിസാനക, നീ നാക്കിട്ടടിക്കൊന്നും വേണ്ട. സത്യനിഷേധിയായ മനുഷ്യൻ അവന്റെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുന്ന് വക്കീൽ പണി എടുത്ത മാതിരി പടച്ചോന്റെ അടുത്ത് വെച്ചും വക്കീൽ പണി എടുക്കാൻ നോക്കും. അപ്പൊ അത് നാക്കിട്ടടിക്കൊന്നും വേണ്ട, എന്റെ തെളിവിന്റെ രേഖയ്ക്ക് നമ്മളെ കയ്യിലുണ്ട്, അതാണ് വായിച്ചു തരും, ആണ് ഫോളോ ചെയ്താൽ മതി. നരകത്ത് നരകത്ത്, സ്വർഗത്ത് സ്വർഗം, അതാണ് അതിന്റെ അർത്ഥം. പണ്ടേ ചേകനൂര് പറഞ്ഞിരുന്ന അർത്ഥാണ്. ഈ അർത്ഥം പുറത്തു വന്നപ്പോൾ ചേകനൂരികൾ മടവൂരികളെ സ്വാഗതം ചെയ്തു. മൗലവി അബുൽ ഹസൻ ചേകനൂര് പറഞ്ഞ കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെ ചേകനൂർ പറയുന്ന ഓരോ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. മടവൂരികൾക്ക് സ്വാഗതം. ആര്? ചേകനൂരികള്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനത്തിൽ സലഫി ആദർശത്തിന് പുറത്തുപോയി. അതുകൊണ്ടാണ് ജമിയത്തുൽ അന്ന് കൂടിയ മീറ്റിംഗിൽ ഒന്നാമത്തെ തീരുമാനം എന്താണെന്നറിയങ്ങള്? ഒന്നാമത്തെ തീരുമാനം ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മൻഹജ് അഥവാ മാർഗം, സലഫി മാർഗം അവലംബിക്കേണ്ടതാണ്. രണ്ടു കൂട്ടരും എഴുതി ഒപ്പിട്ട് കെട്ടിപ്പിടിച്ച് ജാമിയ സലഫിന്ന് പിരിഞ്ഞതാ. പിന്നെ കാണുന്നത് മദീനത്തുൽ ഉലൂം എന്ന നീല പുസ്തകം എന്ന കുപ്രസിദ്ധ പുസ്തകം ഇറങ്ങുന്നതാണ്. ജംഇയ്യത്തുൽ ഉലമാ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പിന്നീട് അതില് AP കള്ളുങ്കു വിളമ്പി എന്ന് പറഞ്ഞ പേജ് ഒഴിവാക്കിയിട്ട് MI സുല്ലമിന്റെ പേരിൽ രണ്ടാമത് ഇറക്കി, ചോന്ന പുസ്തകം ഇറക്കി. ഇതൊന്നും ഇപ്പോഴും നമ്മൾ തമ്മിൽ യോജിക്കണ ചർച്ച വന്നപ്പോ നമ്മൾ കൊടുത്ത നിബന്ധനയിൽപ്പെട്ടതാ. ET ബഷീറും കൂട്ടരും വന്നിട്ട് പറയാണ് ഒരു ഉപാധി ഇല്ലാതെ ഒരു വരാന്നാ പറയണത്. അപ്പൊ AP പറഞ്ഞ് നമുക്ക് ചില ഉപാധികളൊക്കെ ഉണ്ട്. യോഗം കൂടി 7 അംഗ സമിതിയെ തെരഞ്ഞെടുത്തിട്ട് ഉപാധിയോട് പറഞ്ഞു കൊടുത്തു. ആ ഉപാധിപ്പെട്ടതാണ് നീല പുസ്തകം മറക്കിയത് തെറ്റാണെന്ന് അംഗീകരിക്കണം, അത് പിൻവലിക്കണം. അപ്പോഴും പഴയ മറുപടി തന്നെ. എന്ത്?
ആ പുസ്തകം ഞങ്ങൾ ഔദ്യോഗികമായി ഇറക്കിയതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ പോയത്തക്കാരെ കൂടെ നിർത്താൻ പറ്റി, അതായിന്റെ ഗുണം. മനസ്സിലായില്ലേ? കുറെ സുല്ലമികളും കുറെ മദനികളും ഒക്കെ ഇപ്പോഴും അപ്പുറത്തന്നെയാണല്ലോ നായിക്കുറുക്കന്റെ കളി. അതെന്തുകൊണ്ടാ? ആ കളി കളിച്ചത് ഈ ബുക്ക് കൊണ്ടാ. അത് MI സുല്ലമി പേര് വെച്ചിട്ട് തന്നെ ഇറക്കി. ആ പുസ്തകത്തിൽ ഇതിനെ ന്യായീകരിച്ചിരിക്കുക, ഇഖ്റ ബിസ്മിനെ. ഇനി ഖറഅ എന്ന് സലാം സുല്ലമി അദ്ദേഹം പ്രത്യേകം ബുക്ക് എഴുതി. രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന മാതിരി മടവൂരിനേക്കാളും വലിയ മടവൂരിസ അയാൾക്ക്, ഇടവണ്ണ സുല്ലമിക്ക്. അയാൾ എഴുതി ഖറഅ എന്നതിന് ശേഖരിച്ചു എന്ന് മൻഹലിൽ പോലും അർത്ഥമുണ്ട്. ലാഹുലോലാഹുല മൻഹൽ പറഞ്ഞ വലിയ തെളിവല്ലേ? കൊടിയത്തൂരൊരാളും പറൂക്കിലൊരാളും എഴുതിയതാ മൻഹല്, അറബി ഭാഷ നീ കൊണ്ടു, അതിൽ അർത്ഥമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ അപ്പുറത്ത് പ്രസവിച്ചു എന്ന് അർത്ഥമുണ്ടല്ലോ ഖറഅക്ക്. അപ്പൊ ഞാൻ പറയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ പ്രസവിക്കുക. അപ്പൊ അന്നൊക്കെ പെണ്ണുങ്ങളിൽ ആത്തേ ഉസ്സേന്നൊക്കെ പേറ്റുന്ന കൊടുക്കുമ്പോ പറഞ്ഞു ഞാൻ ഒന്നും പറയാൻ പാടില്ല, അല്ലാ റബ്ബേ എന്ന് പ്രസവിക്കണം. നല്ല തഫ്സീറല്ലേ? എന്താ തഫ്സീർ? ഖറഅക്ക് ജമാ എന്ന് മാത്രമല്ല പ്രസവിച്ചു എന്ന് അർത്ഥമുണ്ട്. പറ്റുമോ? QLS ക്ലാസ് എടുക്കണ ഇൻസ്ട്രക്ടർമാരോട് പറയന്താരിയോ, നിങ്ങൾ ഖുർആനും എടുക്കുക, ഒരു കാലി ഖുർആൻ, ഒരു ഡിക്ഷണറിയും എടുക്കുക, ആ പദത്തിന് എന്താ അർത്ഥമൊക്കെ ഉണ്ട് നോക്കുക. അതിന് നിങ്ങൾ അവലംബിക്കേണ്ട ജമഖ്ശരിയുടെ, ജാറുല്ലാഹി ജമഖ്ശരിയുടെ മുഅ്തസിലി തഫ്സീറാണ്. ഭാഷ നോക്കാനല്ല, മാത്രമല്ല ആളുകളെ അതിന്റെ മൻഹജിലേക്കും പോയി. ഭാഷ അതെല്ലാം ക്ലിയറാ ജമഖ്ശരിൻ്റെത്. മുഅ്തസിലി ആണെങ്കിലും ഇങ്ങനെ ഒരു വ്യാഖ്യാന രീതിയിലൊക്കെ പോയതാ സുഹൃത്തുക്കളെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാകാനുള്ള കാരണം ഭാഷ മാത്രം മനസ്സിലായതുകൊണ്ട് ഖുർആൻ മനസ്സിലാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം വേണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, വാത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കണം എന്ന് ഖുർആനിലുണ്ട്. എത്രയാ കൊടുക്കേണ്ടത്? ആരൊക്കെയാ കൊടുക്കേണ്ടത്? ഖുർആനിലുണ്ടാ? കൂലിപ്പണിക്കാരനും കൊടുക്കണോ? അതല്ല വലിയ പൈസക്കാരൻ, ടാറ്റനും ബെർലടിയും പോലത്തെ പൈസക്കാരൻ മാത്രം കൊടുത്താൽ മതിയോ? ശമ്പളക്കാർ കൊടുക്കണോ? അത് ആഴ്ച കൊടുക്കണോ? നിത്യേന കൊടുക്കണോ? മാസം മാസം കൊടുക്കണോ? കൊല്ലത്തിൽ 3 തവണ കൊടുക്കണോ? ഒന്നും ഖുർആനിലില്ല. പിന്നെ എവിടുന്ന് അത് കിട്ടുക? ഹദീസിൽ നിന്നാണ് സുഹൃത്തുക്കളെ അത് കിട്ടുക. എത്ര ശതമാനാ കൊടുക്കേണ്ടത്? ഓരോരുത്തരും ഇഷ്ടമുള്ള അത്ര കൊടുത്താൽ മതിയോ? 10% കൊടുക്കണോ? 15% കൊടുക്കണോ? കൃഷിക്ക് എത്ര? ഖനിജ വസ്തുക്കൾക്ക് എത്ര? സ്വർണത്തിന് എത്ര? വെള്ളിക്ക് എത്ര? ഒന്നും ഖുർആനിൽ നിന്ന് കിട്ടൂല. അതൊക്കെ ചേകനൂരികൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, വ്യക്തിഹിതത്തിന് വിട്ടുകൊടുത്താലേ. എന്നാ സുഹൃത്തുക്കളെ അങ്ങനെയല്ല. ഇതുപോലെ നിങ്ങൾ ഹജ്ജിന്റെ കാര്യം എടുത്തു നോക്ക്. ഹജ്ജിന്റെ കാര്യം ഖുർആൻ കൊണ്ട് മാത്രം ഹജ്ജ് ഉണ്ടാകുമോ? അത് വിശദീകരിക്കുകയാണെങ്കിൽ അതിന് മാത്രം ഒരു ദിവസം നമുക്ക് വേണ്ടി വരും. ഞാൻ എന്റെ സൂചന മാത്രം നൽകി എന്ന് മാത്രമേ ഉള്ളൂ. വസാരിക്കത്ത് ഫഖതഉ ഐദിയഹുമാ, കട്ടവന്റെ കൈ മുറിക്കണം, ആണാകട്ടെ പെണ്ണാകട്ടെ. എവിടുന്നാ മുറിക്കേണ്ടത്? കച്ചത്തിന്റെ അവിടുന്നൊക്കെ കയ്യാ. ഇവിടുന്ന് മുറിക്കണോ? മുട്ടയ്ക്ക് മുറിക്കണോ? ഇവിടെ പോയി കൈപ്പടം മാത്രം മുറിച്ചാൽ മതിയോ? 2 കൈയും മുറിക്കണോ? ഒന്നും ഹദീസ് അല്ലാതെ കിട്ടൂല. അപ്പൊ ഹദീസ് നിന്ന് കിട്ടും എന്ത്? ഒരു കൈയാണ് മുറിക്കേണ്ടത്. ആദ്യം വലത്ത് കൈ, പിന്നെ പഹയം കട്ടാ ഇടത്ത് കൈ. അതെവിടുന്ന കിട്ടുള്ളൂ? ഖുർആനിന്ന് കിട്ടൂല, ഹദീസിന്റെ കിട്ടുള്ളൂ. പിന്നെ എന്ത് കട്ടാലാ? മാങ്ങ കട്ടാലും മാന കട്ടാലും ഒക്കെ കള്ളനാ. എന്നാൽ എന്താ കള്ളൻ ആരാണ്? തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖതഉ ഫീ റുബ്ഉ ദീനാരിൻ ഫസാഇദ, 1 ദീനാറിന്റെ 4-1 അതിലധികമോ കട്ടാൽ കൈമുറിച്ചിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കട്ടാൻ മുറിക്കേണ്ടതില്ല. ഇതൊക്കെ എവിടുന്ന് നമുക്ക് കിട്ടിയത്? ഹദീസ് എന്താ കിട്ടിയത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വെറും ഭാഷാർത്ഥം മാത്രം നോക്കിയാൽ ഖുർആൻ മനസ്സിലാവില്ല എന്നുള്ളതിന്റെ തെളിവാ ഞാൻ പറയുന്നത്. ഹദീസ് വേണം. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വം, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ എന്ന ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോൾ ശഖ്ഖദാലിക അലാ സഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾക്ക് വിഷമമായി. അവർ റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുലാ ലാ യദ്ലിമു നഫ്സഹു, നബിയെ സ്വന്തത്തോട് എന്തെങ്കിലും ഒരു ളുൽമ്, ഒരക്രമം, ഒരു അനീതി ചെയ്യാത്ത, ഒരു ക്രമക്കേട് ചെയ്യാത്ത ആരാ നബിയെ ഞങ്ങളെ കൂട്ടത്തിലുള്ളത്? അപ്പൊ ഞങ്ങളാരും സന്മാർഗം പ്രാപിച്ചവരാകൂലേ? ഞങ്ങൾക്കാർക്കും നിർഭയത്വല്ലേ നബിയെ? അപ്പൊ റസൂല് തിരുത്തി കൊടുക്കുകയാണ്, ലൈസ കമാ തളുന്നൂന, നിങ്ങൾ വിചാരിച്ചതുപോലെ ളുൽമ് എന്നതിന്റെ വ്യാപകാർത്ഥത്തിൽ പറഞ്ഞതല്ല. പിന്നെയോ ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം.
ഷിർക്കിന്റെ വ്യാപകാർത്ഥയുടെ ഉദ്ദേശമല്ല. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞില്ലേ, കുഞ്ഞുമോനെ നീ ഷിർക്ക് വെക്കല്ലേ, ഷിർക്ക് ളുൽമുൻ അലീമാണ്, ആ ളുൽമ ഇവിടെ ഉദ്ദേശം. അപ്പൊ വിശ്വാസത്തിൽ ഷിർക്ക് കലർത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരാ സുഹൃത്തുക്കളെ? സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. വലിയ പണ്ഡിതന്മാരല്ലേ അവര്. അഫ്ളലു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണവർ. അബർറുഹാ ഖുലൂബൻ, നന്മയാർന്ന മനസ്സിന്റെ ഉടമകളാണ്. വഅഅമഖുഹാ ഇൽമൻ, ആഴത്തിലുള്ള അറിവിന്റെ ഉടമകളാണ്. വഅഖല്ലുഹാ തകല്ലുഫൻ, ജാടകളില്ലാത്ത, കൃത്രിമത്വമില്ലാത്ത, പുറംപൂച്ചുകളില്ലാത്ത ആളുകൾ. സാദാ സീതാ ലളിതവൽക്ക ജീവിതം വെച്ചിരുന്ന മനുഷ്യന്മാര്, ജാടി മോടിയില്ലാത്ത, നാടകീയതല്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള സഹാബത്തിന് മനസ്സിലായില്ല ളുൽമിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ നോക്ക്, ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു, ശവം ഹറാമാണ്, രക്തവും ഹറാമാണ് അല്ലേ? ശവം ഹറാമാണെങ്കിൽ മീൻ തിന്നാൻ പറ്റുമോ? മീൻ നമ്മൾ അർത്ഥത്താകുന്നത്, ഒരു മത്തി കിട്ടിയ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അടുത്ത മത്തി ബിസ്മില്ല, ഇങ്ങനെ കൊണ്ടുവരുന്നത്? ചത്തതല്ലേ ഈ കൊണ്ടുവരുന്നത്? ആ ചത്തതല്ലേ നമ്മൾ തിന്നുന്നത്? ചത്ത മീൻ തിന്നാൻ പറ്റുമോ? ചത്ത് പാടില്ല എന്ന് ഖുർആനിലില്ലേ? ഹദീസ് വേണ്ട എന്ന് പറയുന്ന ചേകനൂരിയോട് ചോദിക്കളഞ്ഞ എങ്ങനെടാ മീൻ തിന്നാ? അള്ളാന്റെ ഖുർആനിൽ ശവ ഹറാമാന്ന് പറഞ്ഞില്ലേ? മീൻ ചത്തതല്ലേ? അപ്പൊ നമ്മള് ഹദീസ് എടുത്തു കൊടുക്കും. നമുക്ക് ഹദീസ് ഉണ്ട്, ഉഹില്ലത്തിലനാ മൈത്തത്താനി വ ദമാനി, രണ്ട് ശവവും രണ്ട് രക്തവും നമുക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ഫഅമ്മൽ മൈത്തത്താനി ഫൽ ഹൂതു വൽ ജറാദ്, വെട്ടുകിളി എന്ന് പറഞ്ഞ മരുഭൂമിയിലൊക്കെ ഉണ്ടാണ്ട്, അതും അറുക്കേണ്ടതില്ല, ചത്താ തിന്ന, മീനും തിന്ന. വഅമ്മദ് ദമാനി, രണ്ട് രക്തമെന്ന് പറഞ്ഞത് ഫൽ കബിദു വത്തിഹാൽ, ഒന്ന് കരള്, അത് ചോരക്കട്ടയാണ്. വത്തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ, അതാണ് ചോരക്കരൾ എന്നൊക്കെ പറയില്ലേ, അത് രണ്ടും നമുക്ക് ഹലാലാണ്. ഒഴുകുന്ന രക്തമാണ് ഹറാമ്. അപ്പൊ അത് എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത് സുഹൃത്തുക്കളെ? ഹദീസ് എന്നാ അത് കിട്ടിയത്. അപ്പൊ വ്യക്തികളുടെ ഹിതത്തിനനുസരിച്ച് ഒരിക്കലും തന്നെ വ്യാഖ്യാനത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. ഖുർആനിൽ സ്വത്തോരിയക്കണീനെ പറ്റി പറഞ്ഞെടുത്ത് 2-3 സ്ഥലത്ത് പറഞ്ഞു, മിംബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഉദൈൻ, മരിച്ച ആള് ചെയ്ത വസിയ്യത്തിനും കടത്തിനും ശേഷമുള്ളതാ ഓരിയക്കണ്ടത്. എന്നാ എത്ര വസിയ്യത്ത് ചെയ്യാവുന്നത്? ഖുർആനിൽ കിട്ടുമോ? ഒരാൾ മുഴുവൻ സ്വത്തും വസിയ്യത്ത് ചെയ്ത് അവകാശികളെ പാപ്പറാക്കിയാൽ പോയാലോ? കൊടുക്കൂല. ഒരൊറ്റ ഒന്നിനും ഞാനോ കൊക്ക പള്ളിക്കൊക്കെ കൊടുത്തു, പറ്റുമോ? അവിടെ ഹദീസിലേക്ക് മടങ്ങണം. സഅദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുമ്പോ റസൂലുള്ള അദ്ദേഹത്തിനെ സമീപിച്ചു. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോ, റസൂലെ എനിക്ക് ധാരാളം സ്വത്തുണ്ട്, അവകാശിയായിട്ടൊരു മോള് മാത്രമേ ഉള്ളൂ, ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി അള്ളാന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യട്ടെ എന്ന് വെച്ചു. പാടില്ല. 3/2 പാടില്ല. എന്നാൽ 3/1 വസ്സുലുസു കസീർ, 3/1 തന്നെ ധാരാളമാണ്. കണ്ടോ? 3/1 തന്നെ ധാരാളമാണ്. ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻതദറഹും മാലതൻ യതകഫഫൂന الناس, നിന്റെ അനന്തരാവകാശികളെ ആളുകളോട് യാചിക്കുന്ന, കൈകാട്ടുന്ന ദരിദ്രന്മാരായി വിട്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവർ ഐശ്വര്യവാന്മാരായി വിട്ടുപോകുന്നതാണ് സഅദേ എന്ന് മുത്തുനബി പഠിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 3/1 വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത അവകാശികൾക്കില്ല. 3/1 വസിയത്തിന് മാറ്റിവെച്ചിട്ട് ബാക്കി ഓഹരിയൊക്കെ കടവും വീട്ടിന് ശേഷം. കണ്ടോ? ഇതെവിടുന്ന് നമുക്ക് കിട്ടിയത്? ഹദീസ് എന്നാ കിട്ടിയത്. അതുപോലെ നിങ്ങൾ നോക്ക്, നോമ്പിനെ കുറിച്ചുള്ള ആയത്ത്, വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്നും വേറിട്ട് മനസ്സിലാകുന്നതുവരെ നിങ്ങൾ തിന്നോളി കുടിച്ചോളി. അത്തായത്തിന്റെ കാര്യം പറഞ്ഞതാ. സഹാബികളത് അക്ഷരാർത്ഥത്തിലെടുത്തു 2 നൂല് ഒന്നിച്ച്, 2 ചേട്ട ഇങ്ങനെ കാലിലവിടെ കെട്ടിച്ച്, എന്നിട്ട് ഇങ്ങനെ വീഴ്ച വെക്കും, രണ്ടും വേറിട്ട് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പിന്നീട് ആയത്തിറങ്ങിയത് എന്താ? റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഹുവ സവാദുൽ ലൈലി വ ബയാദുൻ നഹാർ. അബൂദാവൂദ് 2351 നമ്പർ ഹദീസാണ്. കണ്ടോ? അത് രാത്രിയുടെ ഇരുട്ടും പകലിന്റെ വെളിച്ചവുമാണ് ആ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ നൂലല്ല, ചരടല്ല. അപ്പൊ എങ്ങനെ മനസ്സിലായി? അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായി. നിങ്ങൾ നോക്ക്, സൂറത്ത് തൗബയില് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ. കണ്ടോ? അവിടെ ആ ആയത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണ്ട. മിനൽ ഫജ്ർ, പ്രഭാതമാകുന്ന എന്നത് അടുത്തല്ല ഇറങ്ങിയത്. അപ്പോഴാണ് അതിന്റെ ഉദ്ദേശം നബി വിശദീകരിച്ചിട്ട് മനസ്സിലാക്കി കൊടുത്തത്. അതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി, മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ 12 ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. ആ 12 ഖുർആനിൽ കിട്ടുമോ? കിട്ടൂല. അതവിടെ നടപ്പുള്ളതല്ലേ. മുഹറം സഫർ അറിയപ്പെടുന്ന ആയിക്കോട്ടെ. എന്നാ അടുത്തതോ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്. ഖുർആൻ മുഴുവങ്ങൾ തെരഞ്ഞു നോക്കിയാൽ 4 മാസം കിട്ടുമോ?
കിട്ടൂല. അത് എവിടുന്നാ കിട്ടുക? ഹദീസ് എന്നാ കിട്ടുക. റസൂലുള്ള പറയാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായ 3 മാസവും പിന്നെ റജബും. അപ്പൊ ഹദീസ് ഇല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാകും സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ട ആവശ്യം. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു മുസ്ലിമിന് ജീവിക്കണമെങ്കിൽ ഹദീസ് അറിഞ്ഞേ പറ്റൂ. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രധാന സ്രോതസ്സാകുന്ന ഹദീസ്. ഹദീസിനെ മാറ്റി വെച്ച് ഹദീസല്ലേ, ഹദീസല്ലേ, ഖുർആനൊന്നുമില്ലാലോ എന്ന് പറഞ്ഞിട്ട് ഹദീസിനെ പുച്ഛിക്കുന്ന, ഹദീസിനെ തള്ളുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ വളർന്നു വരുന്നതിനെ നാം സൂക്ഷിക്കണം. ഹദീസും വഹിയാണ് സുഹൃത്തുക്കളെ. റസൂലുള്ള ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ സിദ്ധാന്തങ്ങളും തത്വങ്ങളും അല്ല ഹദീസ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല, അവിടത്തേക്ക് ലഭിച്ച വഹിയല്ലാതെ. അലാ വഇന്നി ഊതീതുൽ കിതാബോ മിസ്ലഉ മഅഹു. പരിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആനും അതിന് അത്ര തന്നെ വേറെയും എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. കിതാബും ഹിക്മത്തും എന്ന് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. ആ ഹിക്മത്തിന്റെ ഉദ്ദേശം ഹദീസാണ്. ആ ഹിക്മത്ത് അള്ളാഹ് ഇറക്കി കൊടുത്തതാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് വഹിയാണ്. ഖുർആൻ നിഷേധിച്ചാൽ വഹിയെ നിഷേധിക്കുന്നത് പോലെ തന്നെ ഹദീസിനെ നിഷേധിച്ചാലും വഹിയെ നിഷേധിക്കലാണ്. പക്ഷെ പലരുടെയും മനസ്സിൽ സുഹൃത്തുക്കളെ ഹദീസിന് വളരെ താഴ്ന്ന സ്ഥാനമേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഹറാമാണ്, അത് ചില കാര്യങ്ങളൊക്കെ നിർബന്ധമാണെന്നൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതൊക്കെ ഹദീസിലുള്ളതല്ല, ഖുർആനിലുള്ളതൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ ഹറാമാണെങ്കിൽ തന്നെ അപ്പൊ ഹദീസിൽ ഹറാമായ ഒരു 2ാം നമ്പർ ഹറാം, ഖുർആനിൽ ഹറാമായാൽ 1ാം നമ്പർ ഹറാം. അങ്ങനെ ഉണ്ടോ? ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് ഹറാമിൽ. എവിടുന്ന് കിട്ടിയത് അതൊക്കെ? ഇതെല്ലാം വ്യതിയാനമാണ് സുഹൃത്തുക്കളെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്തതാണ്. എന്നാൽ ഇങ്ങനെയൊരു ഹദീസ് നിഷേധ പ്രവണത വരും. സുഖലോലുപന്മാരായി ജീവിക്കുന്ന ഒരു കാലം മുസ്ലിമീങ്ങൾക്ക് വരും. അവർക്ക് ഹദീസൊക്കെ അവരുടെ സുഖലോലുപ ജീവിതത്തിന് തടസ്സായിരിക്കും. റസൂല് പറഞ്ഞത് 1400 കൊല്ലം മുമ്പ് നിങ്ങൾ എഴുതി വെച്ചോ, പഠിച്ചോ. അലാ യൂശികു റജുലുൻ ശബ്ആനു അലാ അരീകതിഹി. ഒരു കാലം വരും, അന്ന് നിങ്ങളിൽ ഒരാൾ വയറ് നിറച്ചോന്റെ ആ അലങ്കൃത കട്ടിലിൽ, സോഫ, വലിയ വലിയ കസാല, ഒരാൾക്ക് ഇരിക്കാൻ എത്ര റുപ്യന്റെ കസാല, അതിലിങ്ങനെ ഇരിക്കും. ഇരുന്നിട്ടോ അവനിങ്ങനെ നൊടിയും. എന്താ നൊടിയ? അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിച്ചോളൂ. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫഅഹില്ലൂഹു, അതിൽ ഹലാലായതൊക്കെ നിങ്ങൾ ഹലാലായി കണ്ടോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹരിമൂഹു, അതിൽ ഹറാമായി കണ്ടതൊക്കെ നിങ്ങൾ ഹറാമായി കണ്ടോളൂ. വഇന്നമാ ഹറമ റസൂലുള്ളാഹി സല്ലല്ലാഹു കമാ ഹറമല്ലാഹ്. നാം മനസ്സിലാക്കിക്കോളീം, അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് റസൂൽ ഹറാമാക്കിയതും. സുനനു അബീ ദാവൂദ് 3849 ഹദീസ്. കടലാസും പെന്നൊക്കെ കൊണ്ടുവരണം കൂട്ടരെ, കയ്യൊട്ടി പോടാൻ പോരാ, 2 കയ്യേറ്റ് പോന്നാ പോരാ. പണ്ടത്തെ സെൽഫികളൊക്കെ പരിപാടിക്ക് വരുമ്പോ കടലാസും പെന്നുണ്ടാവും. ഇവിടെ കടലാസ് വിതരണം ചെയ്തിട്ട് ഓരോരുത്തർക്ക് വേണ്ട, വാങ്ങിയിട്ടതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, അതൊക്കെ പഠിക്കണം. മൗലവിമാര് മാത്രം ദീന് പഠിക്കണമെന്ന് പറയുന്ന ഖുറാഫി സമൂഹമല്ല നമ്മളത്. എല്ലാരും പഠിക്കണം എന്ന് പറയുന്നവല. നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരും. നമ്മളൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികൾ ചോദിക്കേണ്ടി നമ്മൾ പിന്നെ പോയി നോക്കല. അപ്പോൾ ഈ കുട്ടി ചോദിച്ചാൽ അതുണ്ടില്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓൻ ചിലപ്പോൾ അറബി കോളേജിൽ തന്നെ പോയി ഉണ്ടാവില്ല. ഓമല്ല ഇന്റർനെറ്റിനോ സെൽഫി സൈറ്റിൽ നിന്നൊക്കെ നോക്കി നമ്മൾ പിടിക്കുക. അല്ല മുസ്താദ് എങ്ങനെ ഉണ്ടാലോ, അല്ല മൗലി ഇങ്ങനെ ഉണ്ടാലോ. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. അതാണ് കാലം, മനസ്സിലായില്ലേ? ഒന്നും മൂടി വെക്കാൻ കഴിയാത്തൊരു കാലാപ്പോ. എല്ലാം തുറന്ന പുസ്തകം പോലെയാണ് ആളുകളുടെ മുമ്പിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്പർ എഴുതി വെച്ചോളൂ, പഠിച്ചോളൂ. അവസാന കാലത്ത് സുഖലോലുപരായ ആളുകള് ഹദീസിനെ നിഷേധിക്കുന്ന കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലെ, ചില ഹദീസൊക്കെ കേട്ടാല് മലയാളിമാര് പറയാ, ഒക്കെ ഹദീസൊക്കെ അങ്ങനെ എടുക്കാണോ? ഒരു മലയാളി ചോറ് കഴിച്ചിട്ട് കയ്യുമ്മ മുഴുവൻ പറ്റി ഇങ്ങനെക്കുക. മൈദപ്പൊടി കഴിച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്ങൾ കൈ നക്കാത്തത്? റസൂലുള്ള പഠിപ്പിച്ചാലേ. ഇപ്പം മൊയലാളി പറയാ എന്നോട്, സലാഹി അതൊരു അലഞ്ഞ സുന്നത്തല്ലേ. നോക്കണങ്ങള്, ഒരലന്ന സുന്നത്തല്ലേ, ഒരപ്പാളി സുന്നത്ത്. അതുപോലെ ഇടത്തെ കയ്യേറ്റ് വെള്ളം കുടിക്കണോള് ചില മൗലൈമാരെന്നെ കുടിച്ചാളും സുല്ലമികളും മദരികളും ഒക്കെ. നിങ്ങൾ ഇടത്തെ കയ്യേറ്റുള്ള കുടിക്കണെന്ന് പറഞ്ഞ ഇനി അങ്ങനെ കൊടുത്തിട്ടല്ലോ സപ്പോർട്ട്. എന്നാ നബിക്ക് അങ്ങനെ പറഞ്ഞാൽ പറയാം. അതിന്റെ ഭാഷ നബിക്ക് അറിയില്ലേ? ഇടത്തെ കയ്യേറ്റ് പിടിച്ചിട്ട് വലത്തെ കൈ സപ്പോർട്ട് കൊടുക്കണം. അതിന്റെ ഭാഷ നബിക്ക് അറിയായിട്ടാ? എവിടുന്ന് അവരൊക്കെ ദീന് പഠിച്ചത്? അള്ളാന്റെ റസൂലിന്റെ വാക്കെന്താ? അള്ളാന്റെ റസൂലിന്റെ വാക്ക് നിങ്ങളിൽ ഒരാളും ഇടത് കൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്.
വയശ്റബു ബിഹാ, പിശാചാകുന്നു ഇടത് കൈ കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും. ഇനി ഗ്ലാസുമ്മ എച്ചിലാവൂലേ? അന്റെ പ്ലേറ്റിലോ, വായിലോ, ചുണ്ടുമ്മലോ, അതൊന്നും കുഴപ്പമില്ലല്ലേ? അപ്പുറത്ത് ശങ്കരല്ലേ, അപ്പുറത്ത് ജോസഫില്ലേ, അതന്നെ എൻ്റെ ഒക്കെ കുഴപ്പം. എനിക്ക് മുസ്ലിമാന്ന് പറയാൻ മടിയാ. പേര് കേട്ടാ മുസ്ലിമാന്നറിയരുത്, മോന്ത കണ്ടാ മുസ്ലിമാന്നറിയരുത്, ഡ്രസ്സ് കണ്ടാ മുസ്ലിമാന്നറിയരുത്. അങ്ങനെയപ്പോ ഇസ്ലാമാ പേരും. എന്തിനത്ര ഇടങ്ങേറായി ഇതിൽ നിൽക്കണത്? ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് പുറത്തു പോവുക. ഉമർ മൗലവി പറഞ്ഞ മാതിരി മുസ്ലിമായോട്ട് ജീവിക്കൂല, കാഫറാന്നോട്ട് സമ്മതിക്കൂല. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. ജോസഫിന്റെ മുമ്പിലും ലക്ഷ്മണന്റെ മുമ്പിലും ശാന്തന്റെ മുമ്പിലും പറയാൻ പറ്റണം ഞാൻ മുസ്ലിമാണ്, ഞങ്ങൾ നബി പഠിപ്പിച്ച വലത്തേക്ക് കൊണ്ട് പിടിക്കണമെന്ന്. കണ്ടോ, ഈ പ്ലേറ്റ് കഴുകണ മാതിരി ഞങ്ങൾ ഗ്ലാസും കഴുകും. നമ്മൾ പിടിക്കാത്തോണ്ടാ. ഹോട്ടലിൽ കണ്ടില്ലേ, കൗത്തി കൗത്തി നേരെ കഴുകും, നേരെ പിടിച്ച അല്ലെങ്കിൽ നമുക്ക് കാണും ചെന്തറ കൈയില്ലാലോ എന്ന് പറയാ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിൽ അഭിമാനം തോന്നണം, അതങ്ങനെ തന്നെ നടപ്പിലാക്കണം. അത് മുതലാളിമാർക്ക് പറ്റൂല, പുരോഗമനവാദികൾക്ക് പറ്റൂല, മാഷന്മാർക്ക് ഓഫീസർക്കും പറ്റൂല. ഓൻ ഇസ്ലാം വേണ്ടെങ്കിൽ ഓനോന്റെ പണി നോക്കട്ടെ എന്നല്ലാതെ റസൂല് പഠിപ്പിച്ച നടപ്പിലാക്കാനാ നമ്മള്. എന്നിട്ട് അതിന് ഇടത്ത് കണ്ട് പിടിച്ചിട്ട് ബലത്തോണ്ട് സപ്പോർട്ട്. അതൊന്നും നബി പഠിപ്പിച്ചല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഖുർആൻ ഹദീസിൽ ഒരു കാര്യം ഹറാമാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു പെണ്ണിനെയും അവളുടെ മാതൃ സഹോദരിയെയും കല്യാണം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഓള അമ്മായിന്, ഉപ്പാന്റെ പെങ്ങളെ, ഒരു പെണ്ണിനെ ഓളപ്പാന്റെ പെങ്ങളെയും അമ്മായിനെ കല്യാണം കഴിക്കുക പാടില്ല. എവിടുന്നാ കിട്ടുക? ഹദീസിന്നാ കിട്ടുക. വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈനെ ഖുർആനിലുള്ളൂ. സഹോദരിമാരെ ഒപ്പം കല്യാണം കഴിക്കാൻ പാടില്ല, ഏട്ടത്തിനെയും അനിയത്തിനെയും. അതേസമയത്ത് ഇത് എവിടുന്നാ കിട്ടുക? ഒരു പെണ്ണിനെ ഓളമ്മാന്റെ അനിയത്തിനും അല്ലെങ്കിൽ ചേട്ടത്തിനെ കിട്ടുക. ഒരേ സമയം പാടില്ല. ഒരേ സമയം രണ്ടു കാലം ഭാര്യമാരായിരിക്കാൻ പാടില്ല. അത് ഹദീസിന്നാ കിട്ടുക. അത് വ്യക്തമായി റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഹദീസിന്ന് കിട്ടും. അതുപോലെ നാടൻ കഴുതയുടെ മാംസം ഹറാമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാ. വന്യമൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ളത് ഹറാമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാ. പക്ഷികളിൽ നിന്ന് കാലുകൊണ്ട് എരപിടിക്കുന്ന നഖമുള്ളവയെ റസൂല് പഠിപ്പിച്ചതാ ഹറാമാണെന്ന്. അതുപോലെ ഒരു ഗർഭിണിയായ ഒരു മൃഗത്തെ നമ്മൾ അറുത്തു, ഒരു എരുമനെ അല്ലെങ്കിൽ ഒരു പശുവിനെ അറുത്തു. അതിൻ്റെ ഉള്ളിൽ കുട്ടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അറുക്കേണ്ടി വന്നാൽ ഉള്ളിലുള്ള കുട്ടിനെ വേറെ അറുക്കണോ? അറുക്കണ്ട. എന്താ? ഹദീസുണ്ട്, സകാത്തുൽ ജനീനി സകാത്തു ഉമ്മിഹി. ഗർഭസ്ഥ ശിശുവിന്റെ അറിവ് തള്ളന്റെ അറിവ് തന്നെയാണ്. തള്ളന്റെ ഒരു അവയവം പോലെയാണത്. വയറ്റിലുള്ള കുട്ടി ശവമല്ല, അത് അറുക്കപ്പെട്ടത് തന്നെയാണ്. അത് എവിടുന്നാ കിട്ടുക? ഹദീസ് എന്നാ കിട്ടുക. ഇതുപോലെ സുഹൃത്തുക്കളെ, ഹദീസ് കൊണ്ട് മാത്രം സ്ഥിരപ്പെടുന്ന പല ഹുക്കുമുകളുമുണ്ട്. അതൊന്നും തള്ളിക്കളയാൻ നമുക്ക് പറ്റുകയില്ല. ഇതൊക്കെ നമ്മൾ അനുസരിച്ചാൽ നമ്മൾ യഥാർത്ഥ അള്ളാനെ തന്നെ അനുസരിക്കുന്നത്. ആരെങ്കിലും റസൂൽ അനുസരിച്ചാൽ അയാൾ അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത്. അതുകൊണ്ട് ഹദീസ് പഠിക്കാതെ ഒരിക്കലും തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയൂല. ബഹുമാന്യനായ നമ്മുടെ ഹുസൈൻ മടവൂർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മൾ ഈ ഹദീസ് കടന്ന അതൊരു ബഹറ. അതിന് സഹീഹും ഉണ്ടാവും ലഈഫും ഉണ്ടാവും, ഒക്കെ പടതിരടങ്ങേറ. നമ്മൾ ഖുർആനും നമ്മളൊരു ബുദ്ധിയും അത് മതി. അതന്നെയാണ് നമ്മളെ കൂട്ടത്തിലെ പല നായ്ക്കുറുക്കന്മാരെയും സ്വഭാവം. മനസ്സിലായില്ലേ? ഖുർആനും നമ്മളൊരു ബുദ്ധിയും ഹദീസൊക്കെ കടക്കണ്ടാണ്. സുഹൃത്തുക്കളെ, ഹദീസിനെ സംബന്ധിച്ച് എത്രയെത്ര പഠനങ്ങളാ ലോകത്ത് നടന്നത്. ഇത്രയേറെ പഠനം നടന്നൊരു മേഖലയുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം സിഹാഉസിത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുഖാരിയും മുസ്ലിമും അദ്ദേഹം മുഖ്തസറാക്കി. കാരണം അത് സ്വഹീഹായ ഗ്രന്ഥങ്ങളാണ്. അതിനെ ചുരുക്കി മുഖ്തസർ അദ്ദേഹം മുഖ്തസറാക്കിയത് ബുഖാരി, പിന്നെ മുന്തിരി മുഖ്തസറാക്കിയ അടിക്കുറിപ്പ് എഴുതാ ചെയ്തത്. അതേ സമയത്ത് സുനനുകൾ 4 സുനൻ ഇബ്നു മാജ, സുനൻ അബീ ദാവൂദ്, സുനൻ തിർമിദി, സുനൻ നസായി, ഈ 4 സുനനുകളെയും അദ്ദേഹം 2ആക്കി തിരിച്ചു. ഇപ്പൊ നസായി, സഹീഹുൻ നസായി 3 വാള്യം, ലഈഫുൻ നസായി 1 വാള്യം, സഹീഹു അബീ ദാവൂദ് 3 വാള്യം, ലഈഫ് അബീ ദാവൂദ് 1 വാള്യം. അപ്പൊ സഹീഹ് വേറെ, ലഈഫ് വേറെ, ഇങ്ങനെ വേർതിരിച്ചു. മാഷാ അല്ലാഹ്, എന്തൊരു വലിയ പണിയാണതെടുത്ത് അദ്ദേഹം. നമ്മളെ പോലത്തെ മതവിദ്യാർത്ഥികൾക്ക് എന്തൊരു ഉപകാരമാണതൊരു ഹദീസ് സഹീഹോ ലഈഫോ നോക്കാൻ.
വലിയ മുഹദ്ദിസുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ വലിയ മുഹദ്ദിസുകളായ ആളുകൾ അത് വേർതിരിച്ചിട്ട് നമ്മളെ കയ്യിലെടുത്ത് തരികയാണ്. എന്നിട്ട് പറയാണ് ഹാദാ ലിയുഅ്മല ബിഹി, സഹീഹുകൾ അതുകൊണ്ട് അമൽ ചെയ്യാനാണ്. ലഈഫ് എന്തിനാ ബുക്കാക്കിയത്? ഹാദാ ലിയുഹദ്ദറ അൻഹു, ഇതിനെക്കുറിച്ച് ജനങ്ങളോട് താക്കീത് കൊടുക്കുക. ഇങ്ങനെ ലഈഫ് ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ, അത് ലഈഫാണ് കേട്ടോ, അതിന് അമൽ ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പഠിപ്പിക്കാൻ. കണ്ടോ, ഇവരെ വാദം എന്താണെന്നറിയോ? ഹദീത്ത് ബുദ്ധിക്കനുസരിച്ച് സ്വീകരിക്കാമെന്ന് പറയുന്ന ആളുകളുടെ വാദം ലൈഫ സഹിയൊന്നും നോക്കണ്ട, നമ്മളെ ബുദ്ധിക്ക് യോജിച്ചാൽ മതി. ഈ നിലപാട് ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല, സലഫികളുടെ നിലപാടല്ല. ഹദീത്ത് പഠിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. തികച്ചും അപൂർണമായ അവ്യക്തമായ ഒരു ഇസ്ലാമിനെ മാത്രമേ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഹദീത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സ്വീകരിക്കണം? ചില ആളുകളൊക്കെ ഉണ്ട് ഹദീസിലൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ട്, എന്നാലും ഇപ്പൊ നമ്മളിപ്പോ അതിപ്പോ ഈ പുളിക്കലിപ്പോ പറഞ്ഞാല് അതെന്താ പറയണ്ടല്ലേ നമ്മള്? മീറ്റിംഗ് കൂടി വെക്കുക, എല്ലാവർക്കും വേണമെങ്കിൽ ഞാൻ ഹദീസ് നടപ്പിലായിക്കാളാ. അങ്ങനെ മീറ്റിംഗ് കൂടി എന്താ പോക്കറേ ഇതൊന്നും മിണ്ടാത്തത്? ഇനിയിപ്പോ നമ്മളായിട്ട് എടുക്കാക്കണ്ടപ്പോ വലിയറമ്പിലും കൊണ്ടോട്ടിയൊക്കെ ഇപ്പൊ ഹദീസ് എടുത്തു എന്നാ കേട്ട്. ഞാൻ എടുത്താലല്ലേ എല്ലാരും? അങ്ങനെ ഉണ്ട് ഒരു എടുക്കല് പോരാ, മുഅ്മിനാവൂല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സൂറത്ത് നിസാഇൽ അല്ലാഹു പറയുന്നു, നിന്റെ റബ്ബാണ് സത്യം, അവർ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ നിന്നെ അവർ ജഡ്ജിയാക്കണം, നിന്നെ അവർ വിധികർത്താവാക്കണം. എന്നിട്ട് നീ നൽകുന്ന വിധി തീർപ്പിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലാതിരിക്കണം. അവർ സമ്പൂർണമായും അതിന് സമ്മതിക്കണം. റസൂൽ അങ്ങനെ പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ സ്വീകരിക്കാതിരുന്ന മോശല്ലേ? അങ്ങനെ സ്വീകരിച്ചെടുക്കാല്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എങ്കിൽ സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിക്കും. പിന്നെ നമ്മളെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല, നമ്മളെ ബുദ്ധിക്ക് സ്ഥാനമല്ല സുഹൃത്തുക്കളെ. അവിടെ റസൂലിന്റെ ഹദീസ് സഹീഹാണോ ലഈഫാണോ, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബുദ്ധി ഉപയോഗിക്കുക. പറഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് സഹിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മളെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. എന്താ റുക്കു അങ്ങനെ, എന്താ സുജൂദ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെയാ റസൂല് സുജൂദ് ചെയ്ത്, അങ്ങനെയാ റസൂല് റുക്കു ചെയ്ത്. ചേകനൂര് പ്രത്യക്ഷപ്പെട്ട കാലത്ത് വന്നു, ഇപ്പൊ കണ്ടില്ലേ കീഴ്വായി പോയാ ഒന്നും മുറിയത്രേ, ടയർ പഞ്ചറായിട്ട് ആരെങ്കിലും മേലെ പെയിന്റ് അടിക്കലുണ്ടോ? എല്ലാരും ചിരിച്ച്. ടയർ പഞ്ചറായാൽ കീഴ്വായു, മേലെ പെയിന്റ് അടിക്കൽ, ഒന്നുണ്ടാക്കല്, അവിടെ കഴിയാ പോരെ എന്നാ പറഞ്ഞത്. അപ്പൊ AP അബ്ദുൽ ഖാദർ മൊഴിക്ക മങ്കടന്നതിന് മറുപടി ഞാൻ ജാമ്യ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ട ഇയാളെ ഐസ് ഫാക്ടറി പൊളിഞ്ഞിട്ട് 12 കൊല്ലം മുങ്ങിയിട്ട് പിന്നെ ഒന്ന് പൊങ്ങിയല്ലോ തിരുവോധാനത്തിന് മുമ്പ്. അന്ന് AP മങ്കടക്കൂട്ടിൽ വെച്ച് മറുപടി പറഞ്ഞത്, മൗലവിക്ക് കിനിവുണ്ടോന്ന് അറിഞ്ഞൂടാ, കിനിവുണ്ടെങ്കിൽ ഏതായാലും അവിടെ കേൾക്കണം, അതിലേക്ക് തർക്കല്ല. എന്നിട്ട് AP ചോദിച്ച്, ഖുർആനിലുണ്ടല്ലോ നിങ്ങള് മലമൂത്ര വിസർജന സ്ഥലത്ത് പുറത്തു വന്നാൽ, മലമൂത്ര വിസർജനം നടത്തിയാൽ, മലവിസർജനം മൂത്രവിസർജനം നടത്തിയാൽ ഒന്നുണ്ടാക്കണം എന്ന് ഖുർആനിലുണ്ടല്ലോ. ഒരു ചോദ്യം ഞങ്ങൾ തിരിച്ചങ്ങ് ചോദിക്കട്ടെ, ഓയിൽ ലീക്കായാൽ അതിനെന്തിനാ മേലെ പെയിന്റ് അടിച്ചത്? അവിടെ കയ്യാ പോരെ. അപ്പൊ ബുദ്ധി കൊണ്ട് ദീനുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും. ദീനിൽ ബുദ്ധിക്ക് സ്ഥാനമല്ലേ. ചില ആളുകൾ ചോദിക്കുക, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയും. ശരിയാണ്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ സുഹൃത്തെ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മളെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുത്താൽ മതി, ഖുർആനും ഹദീസൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട് തിരുത്താം എന്നാണോ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം? ഒരിക്കലും അതല്ല സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുർആനും ഹദീസും പറയുന്ന കാര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കണം, ഖുർആനെ പറ്റി ചിന്തിക്കണം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയങ്ങൾക്ക് അതിൻ്റെതായ ചില പൂട്ടുകളുണ്ടോ? അതുപോലെ പ്രാപഞ്ചികമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കണം, പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കാൻ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഭൂമിയെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ആകാശത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ?
അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഗൈബിയായ വിഷയങ്ങൾ നമ്മളെ ചിന്തക്ക് സ്ഥാനമുണ്ടോ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികനായ അല്ലാഹു അവൻ അർശിൽ ഇസ്തിവാ ചെയ്തു. അപ്പൊ ഒരാൾ ചോദിച്ചു ഇമാം മാലിക്കിനോട്, അല്ല ഇമാം അവറുകളെ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം മാലിക്കിന് ദേഷ്യം വന്നു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു. അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാ മഅലൂം, അല്ലാഹുവിന്റെ അർശിലുള്ള ഇസ്തിവ അറിയപ്പെട്ടതാണ് പ്രമാണങ്ങൾ കൊണ്ട്. വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപവും രീതിയും നമുക്ക് അജ്ഞാതമാണ്. വലീമാനു ബിഹി വാജിബുൻ, പക്ഷെ അങ്ങനെ ഇസ്തിവാ ചെയ്തിട്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻ ബിദ്അത്തുൻ, എങ്ങനെ എന്ന ചോദ്യം പുത്തൻവാദമാണ്. മാ അറാക ഇല്ലാ റജുല സൂഇൻ, ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത്. ഫഅമറ ബി ഇഖ്റാജി, പുറത്താക്കടോ എന്റെ സദസ്യവനെ. എന്തിനാ ഇമാം മാലിക് ദേഷ്യം പിടിച്ചത്? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ ബുദ്ധി ഉപയോഗിച്ചു. ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയത്തിലേക്ക് ഒരു മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കേണ്ട രംഗത്ത് മാത്രമേ സുഹൃത്തുക്കളെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാവൂ. ഗൈബിയായ ഒരു വിഷയത്തിന് ബുദ്ധി ഉപയോഗിച്ചൂടാ. അതുപോലെ തന്നെ ഇബാദത്തുകളെ കാര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ തന്നെ ചെയ്യലാണ്. ഹജ്ജിന് പോയി ചെന്ന് നോക്കുമ്പോ തവാഫ്, ഒരു കല്ലുകൊണ്ട് കെട്ടിണ്ടാക്കിയ ഒരു കഅബ, അതിന്റെ മൂലൊക്കെ വേറൊരു കല്ല്, എന്നിട്ടോ ഒരു തുണിയും ഒരു പൊതയും. ആണുങ്ങൾക്ക് ഷെഡ്ഡി പാടില്ല, ബനിയം പാടില്ല, പ്രാകൃത വേഷം, ഹൈറാം പ്രവേശനം നാമുറിക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, ബാസനുള്ള സോപ്പും കൂടി തേക്കാൻ പാടില്ല. എന്താണിത്? പ്രാകൃത വേഷം. ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ ഇജ്ജ് പോണ്ട, കുളിക്കല് ബുദ്ധി വെച്ചുകൂടെ കുത്തിരുന്നോ, ഹജ്ജിനും വേണ്ട. അല്ലെങ്കിൽ എന്റെ ബുദ്ധി ജിദ്ദയിൽ വെച്ചാൽ പോണ്ടി വരും. കാരണം അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. വലം വെക്കുക ഇവിടെ നോക്കുമ്പോ ഇടം വെക്കലാണല്ലോ. അങ്ങനെയാ കഅബത്തെ അടുത്താക്കിയിട്ടാ ചുറ്റണ്ട്. മനസ്സിലായില്ലേ? ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങണ്ട്. ആദ്യം ഇങ്ങനെ കുലുങ്ങി ചാടി എന്നിട്ടോ ജംറി ചെന്നാ എന്താ ഇബാദത്ത് അറിയോ? കരലമണികളത്തെ കല്ലെടുത്തിട്ട് കുഴി കൊണ്ടിട്ട് അല്ലാഹു അക്ബർ, അവിടുത്തെ ഇബാദത്ത് അതാ. പിന്നെ മുസ്ദലിഫിൽ ചെന്ന ഉറങ്ങല ഇബാദത്ത്. സഫ മർവി ചെന്ന കുറെ നടക്കും, കയറ്റത്തേക്ക് അങ്ങോട്ട് കയറും, പിന്നെ കുറെ ഓടും, പിന്നെ നടക്കും, അതാ അവിടുത്തെ ഇബാദത്ത്. ബുദ്ധിക്ക് ദഹിക്കണില്ലല്ലേ? ഹജ്ജിന് വേണ്ട, ഇവിടെ കുത്തിരുന്നോ. ഖുദു അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അവിടെ എന്റെ ബുദ്ധിക്ക് സ്ഥാനമല്ല. അപ്പൊ ഗൈബിയായ വിഷയങ്ങൾ, വിശ്വാസ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒന്നും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ബുദ്ധി പ്രമാണങ്ങളെ തിരുത്താനുള്ളതല്ല, പ്രമാണങ്ങളെ ഭേദഗതി വരുത്താനുള്ളതല്ല. പ്രമാണങ്ങൾ പ്രമാണങ്ങളാണോ എന്ന് പരിശോധിക്കാനുള്ള ഗൈഡ്, അതാണ് ബുദ്ധി. അതാണ് ലഅല്ലക്കും തഅഖിലൂൻ അല്ലെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബുദ്ധിക്ക് ഇസ്ലാം കൽപ്പിച്ച സ്ഥാനത്തെ പല ആളുകളും തെറ്റിദ്ധരിച്ചു. അതിന് അബ്ദുസ്സലാം സല്ലമി പുതിയൊരു മാനദണ്ഡമുണ്ടാക്കി. ബുദ്ധിക്ക് യോജിച്ച ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്താക്കി? ബുഖാരി പരിഭാഷ 3-ാം വാള്യത്തിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം എഴുതുകയാണ്. ഇമാം സുയൂത്തി തന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായ തദ്രീബിൽ ഇമാം ഇബ്നുൽ ജൗസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്താ ഇബ്നുൽ ജൗസി പറഞ്ഞത്? ഇദാ റഅയ്തൽ ഹദീസ യുബായിനുൽ മഅഖൂല ഔ യുഖാലിഫുൽ മൻഖൂല ഔ യുനാഖിദുൽ ഉസൂല ഫഅലം അന്നഹു മൗളൂ'. അതിന് മൂപ്പര് കൊടുത്ത അർത്ഥം കേട്ടോളി. ഒരു ഹദീസ് ബുദ്ധിക്കോ അല്ലെങ്കിൽ പൊതുവായി ഉദ്ധരിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ അടിസ്ഥാന തത്വത്തിനോ എതിരായി നീ കണ്ടാൽ ആ ഹദീസ് മനുഷ്യനിർമ്മിതമാണെന്ന് നീ മനസ്സിലാക്കുക. ഇത് തദ്രീബ് റാവിയിലുള്ളതാണ്. വാസ്തവത്തിൽ മൗലു ആയ ഹദീസിന്റെ ലക്ഷണം പറഞ്ഞതാ. മൗലു എന്ന് പറഞ്ഞാൽ എന്താ? ലഈഫായ ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായത്, റസൂലുള്ളാഹിന്റെ മേൽ കെട്ടിയുണ്ടാക്കി കാലകാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് വിട്ടത്. അങ്ങനത്തെ ഹദീസ് മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങൾ പറഞ്ഞതാ. അതെടുത്തു നോക്കിയാൽ അത് മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിരപ്പെട്ട ബുദ്ധിക്ക് എതിരായിരിക്കും, അല്ലെങ്കിൽ മൻഖൂലായ നഖ്ലിയായ പ്രമാണങ്ങൾക്കെതിരായിരിക്കും, അതുമല്ലെങ്കിൽ അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾക്കെതിരായിരിക്കും. അപ്പൊ മൗദൂ തിരിച്ചറിയാനുള്ള പല അടയാളങ്ങളെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതാ. മൗദൂ തിരിച്ചറിയാൻ പല മാർഗങ്ങൾ. ഒന്നെന്താ? ഉണ്ടാക്കിയോ പറയാം, ഞാൻ ഇങ്ങനെ 100 കള്ള ഹദീസ് ഉണ്ടാക്കുന്നു ഓനോട് പറഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ. ഔ മഅനാ ഇഖ്റാരിഹി, അല്ലെങ്കിൽ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കുന്നതിന് തുല്യമായൊരു വാക്ക് പറഞ്ഞു. ഔ ഖരീനത്തുൻ ഫി റാവി അൽ മർവിയി,
ഉദ്ധരിച്ച റാവിയോ ഉദ്ധരിക്കപ്പെട്ട ഹദീസിന്റെയോ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അതിൽപ്പെട്ടൊരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത്. എന്നിട്ട് ഈ മൂപ്പരുത് കൊടുത്തേതിലാ ബുഖാരിന്റെ പരിഭാഷയിലാണ് അടുത്ത്. ഇപ്പൊ ബുഖാരി കുറെ മൗദൂ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണത്. സഹീഹുൽ ബുഖാരിയിൽ ഒറ്റ മൗദൂആയ ഹദീസുമില്ല, ഒറ്റ ലഈഫായ ഹദീസുമില്ല. പഠിച്ചു വെച്ചോ, അഹ്ലുസുന്നത്തിന്റെ നിലപാടതാണ്. അതാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി 1970-കളിൽ അൽമനാറിൽ എഴുതിയത്. നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പുളിക്കൽ നിന്നാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിൽ നിന്നാണ്, ജമിയത്തുൽ ഉലമയുടെ തറവാട്ടിൽ നിന്നാണ് പറയുന്നത്. സഹീഹുൽ ബുഖാരി. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങളൊരു സ്ഥലത്ത് പ്രസംഗിച്ചല്ലോ ബുഖാരിന്റെ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സഹിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ഞാൻ പ്രസംഗിച്ച തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്വഹീഹ അല്ല, ഹദീസ് അല്ലാത്ത ചിലതൊക്കെ ഉണ്ട് ബുഖാരിയിൽ. ഖാല അബൂ ഹുറൈറ എന്ന് പറയും, സനദ് ഉണ്ടാവില്ല. ഖാല ഇബ്നു ഉമർ, ബുഖാരി പറയാ ഇബ്നു ഉമർ പറഞ്ഞു. ഇബ്നു ഉമറിന്റെ കാലക്കാരനാണോ അബൂ ഹുറൈറ? അല്ല, ബുഖാരി അല്ലല്ലോ, സഹാബിയാണ്. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന സനദില്ല. ഇങ്ങനെ സനദില്ലാതെ ഉദ്ധരിക്കപ്പെട്ട കുറെ റിപ്പോർട്ടുകൾ സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതിന് തഅലീഖാത്തെന്നോ മുഅല്ലഖാത്തെന്നോ പറയാ. അതിൽ സഹീഹും ഉണ്ടാവും ലഈഫും ഉണ്ടാവും. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2 ചട്ടക്കുള്ളത് മുഴുവൻ സഹിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞത്. അതേസമയം റസൂലുള്ള വരെ എത്തുന്ന സനദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരൊറ്റ ഹദീസും സഹീഹുൽ ബുഖാരിയിൽ ലഈഫില്ല. അതാണ് നമ്മളെ നിലപാട്. പക്ഷേ പച്ചയായി സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം കൂടി ഉദ്ധരിച്ച ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണം മുത്തഫഖുൻ അലൈഹി, അതിനെപ്പോലെ നമ്മൾ ആളുകൾ തള്ളുക. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്നുള്ള ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ജനിച്ച കുട്ടി കരയുന്നത് പിശാച് കുത്തുന്നത് കൊണ്ടാണ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത സംയുക്ത ഹദീസാണ്. സലാം സുല്ലമീനെ കളിയാക്കുക, കുട്ടിന്റെ വായിൽ കാറ്റ് കടന്നുകൊണ്ടാണ് അത് കുട്ടി കരയുന്നത് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരാകുന്ന ഹദീസ്. ഏതാ ഈ ശാസ്ത്രം? ഏതാ ഈ ശാസ്ത്രം? ആയിരിക്കാം, വായിൽ കാറ്റ് കിടക്കുന്നത് കൊണ്ടായിരിക്കും, ആയിക്കോട്ടെ. അതൊരു ഭൗതിക കാരണം പറഞ്ഞു. ഇങ്ങനൊരു കാരണം, ഗൈബിയായ കാരണം, അത് അവർക്ക് പറയാൻ കഴിയൂല. അത് ശാസ്ത്രത്തിന്റെ നിഗമനത്തിനപ്പുറത്താണ്. പദാർത്ഥ ലോകത്ത് ഗവേഷണം നടത്താനേ ശാസ്ത്രത്തിന് കഴിയുള്ളൂ. പദാർത്ഥാതീതമായ കാര്യങ്ങൾ ഗവേഷണം നടത്താൻ ശാസ്ത്രത്തിന് കഴിയൂല. അത് പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എല്ലാ കുട്ടികളും കരയുന്നത് പിശാച് കുത്തുന്നത് കൊണ്ടാണ്. ഈസാ നബിയും ഈസാ നബിന്റെ ഉമ്മയും അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഹദീസാണ്. ബുഖാരി മുസ്ലിം സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷെ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സുഹൃത്തുക്കളെ അഹ്ലുസുന്നത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ്. ഇവിടെ അബ്ദുസ്സലാം സുല്ലമി ഉസൂലുകൾക്കെതിരാകുക എന്ന് പറഞ്ഞല്ലോ. അതിന് അടിസ്ഥാന തത്വങ്ങളിൽ നാം അർത്ഥം പറഞ്ഞത്. വേറെ ചില ബുക്കുകളിൽ ഖുർആന്റെ മൗലിക സിദ്ധാന്തങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഉസൂൽ എന്നതിന്റെ ഉദ്ദേശം എന്താ? തദ്രീബിൽ തന്നെ തുടർന്ന് വിവരിക്കുകയാണ്. ഉസൂൽ മൗദൂആയ ഹദീസ് ഉസൂലുകൾക്ക് വിരുദ്ധമാകുമെന്ന് പറഞ്ഞത് അൻ യകൂന ഖാരിജൻ അൻ ദവാവീനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ആ ഹദീസ് പുറത്തായിരിക്കും. അതിലൊന്നും തെരഞ്ഞാങ്ങൾക്ക് അത് കാണൂല. മിനൽ മസാനീദി വൽ കുതുബിൽ മശ്ഹൂറ, മുസ്നദുകള്, സിഹാഉകള്, അതുപോലെ തന്നെ സുനനുകള്, മുഅ്ജമുകള്, ഇതിലൊന്നും അത് കാണൂലങ്ങള്. മുസ്നദുകളും സിഹാഉകളിലും ഒന്നും കാണാത്ത പിന്നെ ദഈഫായ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന ചില കിതാബുകളിൽ ഞങ്ങളത് കാണുള്ളൂ. വമിനൽ മുഖാലിഫിൽ അഖ്ലി, ഇനി അഖലിനെതിരാകുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓരോരുത്തരെയും അഖലിനെതിരാകുക എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്കെതിരും ഒരു വ്യാഖ്യാനവും സ്വീകരിക്കാത്തതുമായിരിക്കും. വ്യാഖ്യാനിച്ചിട്ട് ശരിയാക്കാൻ പറ്റുന്നതല്ല, വ്യാഖ്യാനത്തെ കൊണ്ട് ശരിയാകാത്തായിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോളൂ. എന്താറിയോ? ഇന്ന സഫീനത നൂഹിൻ ത്വാഫത്ത് ബിൽ ബൈത്തി സബ്അ, നൂഹ് നബിയുടെ കപ്പൽ മക്കത്ത് വന്നിട്ട് കഅബയെ 7 വട്ടം തവാഫ് ചെയ്തു. വസല്ലത്ത് ഇൻദൽ മഖാമി റകഅത്തൈനി, മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്തു. കപ്പല് അതാണ്. അതൊരു വ്യാഖ്യാനം കൊണ്ട് ശരിയാകാത്തതാ. അപ്പൊ ഒരു വ്യാഖ്യാനത്തെയും സ്വീകരിക്കാത്ത എന്ന് അതിന്റെ അപ്പുറം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഔ സരീഹിൽ അഖൽ എന്ന് പറഞ്ഞിട്ട് ഹൈസു ലാ യഖ്ബലു ശൈഉം മിൻ ദാലിക തഅ്വീല, ഒരു തഅ്വീലിനെയും സ്വീകരിക്കാത്ത വണ്ണം സരീഹുൽ അഖലിന് എതിരാകുക. മാത്രല്ല സുഹൃത്തുക്കളെ, ഈ ബുദ്ധിക്കെതിരാകുക എന്നുള്ളതൊരു മാനദണ്ഡാക്കി. എങ്ങനെ? ബുദ്ധി എന്ന് പറഞ്ഞ ആരെ ബുദ്ധിയാ? സലാസുല്ലമിന്റെ ബുദ്ധിയാണോ? ജമീല ടീച്ചറെ ബുദ്ധിയാണോ? അലൈമൗലുവിന്റെ ബുദ്ധിയാണോ? ഏപ്പിന്റെ ബുദ്ധിയാണോ? ടീപ്പിന്റെ ബുദ്ധിയാണോ? സക്കരിയ സലാഹിന്റെ ബുദ്ധിയാണോ? ആരെ ബുദ്ധിയാ? ആരെ ബുദ്ധിയാ സ്വീകരിക്കേണ്ടത്? വ്യത്യാസല്ലേ? മുസ്ലിമീങ്ങളെല്ലാം വ്യത്യാസം. പുളിക്കൽ എല്ലാരും ബുദ്ധി പോന്ന
അപ്പൊ നിങ്ങളെ ബുദ്ധിക്കൊത്ത് നിങ്ങൾക്ക് എടുക്കുക, എന്റെ ബുദ്ധിക്കൊത്ത് അങ്ങനെ എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? 10 മുജാഹിദീങ്ങൾക്ക് ഒരു ഹദീസ് കൊടുത്തു, എന്റെ ബുദ്ധിക്ക് യോജിക്കല്ല, എന്റെ ബുദ്ധിക്ക് ഒരു 50%, എന്റെ ബുദ്ധിക്ക് ഒരു 90%. ഇങ്ങനെ ഹദീസ് സ്വീകരിക്കല് യഹൂദിന്റെ ബുദ്ധിയാണോ? ക്രിസ്ത്യാനിന്റെ ബുദ്ധിയാണോ? അബൂജഹലിന്റെ ബുദ്ധിയാണോ? ആദ്യകാലക്കാരുടെ ബുദ്ധിയാണോ? അവസാനകാലക്കാരുടെ ബുദ്ധിയാണോ? അമേരിക്കക്കാരന്റെ ബുദ്ധിയാണോ? ഇന്ത്യക്കാരന്റെ ബുദ്ധിയാണോ? ആരെ ബുദ്ധിയാ ഇത്? സുഹൃത്തുക്കളെ, വ്യക്തമായി നമ്മള് അസുന്നത്തു വ മകാനത്തുഹാ ഫി തശ്രീഇൽ ഇസ്ലാമി എന്ന് പറയുന്നൊരു പുസ്തകം ചേകനൂരികൾക്ക് മറുപടിയായിട്ട് നമ്മൾ ഇറക്കിയിരുന്നു. അതിന്റെ 33-ാമത്തെ പേജിൽ ഹദീസും ബുദ്ധിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില ഭാഗങ്ങൾ പോയിട്ട് വായിക്കണം. കേനം പ്രസിദ്ധീകരിച്ച ബുക്കാത്. ഹദീസുകളെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്ന ഏർപ്പാട് കുറെ പഴക്കമുള്ളതാണ്. ചില മുഅ്തസിലികളാണ് ആദ്യമായത് പ്രഖ്യാപിച്ചത്. അബ്ദുസ്സലാം സുല്ലമിയൽ മുഅ്തസിലി എന്ന് പറയണം, പേരിന്റെ പങ്കുടിഞ്ഞ് ചേർക്കണം. മുഅ്തസിലിയാക്കൾ തുടങ്ങിയ ചേർപ്പാടാത്. അത് മടവൂരികൾ ഏറ്റുപാടുകയാണ്. മനസ്സിലായില്ലേ? അവർ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതെല്ലാം തള്ളിക്കളയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി ഓറിയന്റലിസ്റ്റുകളും അത് ഏറ്റുപാടുന്നു. ആരാ ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാ? പൗരസ്ത്യ മതമായ ഇസ്ലാമിനെ പഠിച്ച പാശ്ചാത്യർ എന്നാണ് അതിന് പറയപ്പെടാറ്. പാശ്ചാത്യ പണ്ഡിതന്മാര് ഇസ്ലാമിനെ പുകഴ്ത്താൻ എന്ന പേരിൽ ഗ്രന്ഥം എഴുതും, അതിനിടയിലൂടെ ഇസ്ലാമിന്റെ വിമർശനം തിരികെ വെക്കും. ഓറിയന്റലിസ്റ്റുകൾ അവരാണ് അത് ഏറ്റുപാടുന്നത്. ബലവത്തായ പല ഹദീസുകളും ഇപ്പോൾ ഉസ്താദ് അഹമ്മദ് അമീൻ അതിൽ അവരെ വേണ്ടത്ര പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അഹമ്മദ് അമീൻ എന്നൊരു പണ്ഡിതണ്ട്, വലിയ സാഹിത്യകാരനാ. അയാൾക്ക് ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുറുൽ ഇസ്ലാം ഒക്കെ ബുക്കാണ്. തനിച്ച ഹദീസ് നിഷേധിയാള്. താഹ ഹുസൈൻ തനിച്ച ഹദീസ് നിഷേധിയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. ബലവത്തായ പല ഹദീസുകളും അദ്ദേഹം അത് ഉദാഹരണം എടുത്തുകാട്ടി അസ്വീകാര്യങ്ങളാണെന്ന് വിധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, തുറന്ന ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശം ദീർഘചിന്തയും തെളിവുകളും കൂടാതെ പ്രാഥമിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്നത് എന്നാണെങ്കിൽ ആ തത്വം സുന്നത്തിന്റെ ചരിത്രത്തിൽ മുമ്പേ അംഗീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. കള്ള ഹദീത്തുകളെ തിരിച്ചറിയുന്നതിന് ഹദീത്ത് പണ്ഡിതന്മാർ പല അടയാളങ്ങളും നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ഹദീത്തിന്റെ മത്തിന് മൂലവാചകങ്ങൾ പ്രാഥമിക ബുദ്ധിക്കോ അല്ലെങ്കിൽ മതത്തിലോ ശാസ്ത്രത്തിലോ വൈദ്യശാസ്ത്രത്തിലോ മറ്റോ ഖണ്ഡിതമായി അറിയപ്പെട്ട തത്വങ്ങൾക്കോ നിഗമനല്ലോ എതിരായിരിക്കൽ ആ അടയാളങ്ങളിൽ ഒന്നത്രേ. ഇനി പറയാ, ഇനി ബുദ്ധിക്ക് അപൂർവമായി അഥവാ അപരിചിതമായി തോന്നുന്ന കാര്യമാണ് ഉദ്ദേശമെങ്കിൽ അത് കേവലം ആപേക്ഷികം മാത്രമാകുന്നു. അറിവ്, സംസ്കാരം, പരിതസ്ഥിതികൾ ആദിയായവക്കനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ബുദ്ധിയെ ഒരു നിശ്ചിത പരിധിയും മാനദണ്ഡവും അതിന് നിർണയിക്കുക സാധ്യമല്ല. ബുദ്ധിക്ക് പരിധി വെക്കാൻ കഴിയോ? ഏത് ബുദ്ധിക്കാ? ഒരാൾക്ക് അപരിചിതമായി തോന്നിയത് വേറൊരാളുടെ അടുക്കൽ സ്വാഭാവികമായിരിക്കാം. റേഡിയോവിനെ കുറിച്ച് അറിയാത്ത ചില മരുഭൂവാസികളായ അപരിഷ്കൃതർ റേഡിയോവിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് പിശാചാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാം. ഇങ്ങനെ വ്യക്തമായി സുഹൃത്തുക്കളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒരുപാട് വിഷയങ്ങൾ. ഇനി അതിലൊരു വാചകം കൂടി കേട്ടോളൂ. ഒരു കാലത്ത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന എത്രയോ കാര്യങ്ങൾ പിന്നീട് അതിന് സുഗ്രാഹ്യവും സുപരിചിതവുമായി തീർന്നിട്ടുണ്ടെന്ന് പറയേണ്ടതില്ല. സർവസമ്മതമായ യാഥാർത്ഥ്യമെന്ന് കരുതി വന്ന ചില കാര്യങ്ങൾ വെറും ഊഹാപോഹമായി കലാശിക്കുകയും ഇന്നലെ വരെ വരാകാര്യമായിരുന്ന എത്രയോ സംഗതികൾ ഇന്ന് നിത്യാനുഭവങ്ങളാവുകയും തീരുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ബുദ്ധി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഹദീസിനെ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി സുഹൃത്തുക്കളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാകണം. ഞാൻ ചോദിക്കട്ടെ, CN അഹമ്മദ് മൗലവി ബുഖാരിയിൽ എത്ര ഹദീസിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്? നിങ്ങൾ നമ്മൾ ആളുകളെ കയ്യിലൊക്കെ ഉണ്ടാവും ചിലപ്പോ CNന്റെ ബുഖാരി പരിഭാഷ. അതിന്റെ നേർ പതിപ്പാണ് അബ്ദുസ്സലാം സുല്ലമിയും. കുറച്ച് ഡയലൂട്ടാക്കി വിഷയം എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ എന്തിനൊക്കെയാ നിഷേധിച്ചത് CN എന്നറിയങ്ങള് ഞാൻ വേറെ ഓടിച്ചു പറഞ്ഞുതരാം. അദ്ദേഹം ബുഖാരിക്ക് പരിഭാഷ ഇറക്കിയപ്പോ 7397 ഹദീസുള്ള സഹീഹുൽ ബുഖാരിയില് 2182 ഹദീസിനെ CN പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. സഹീഹുൽ ബുഖാരിയുടെ 1/3 കട്ടു അല്ലേ? 1/3 അല്ല, അതിലധികം കെട്ടു. 2182 കാരണം എത്ര? 1/3 എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ തട്ടി മൂപ്പര്. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ഹദീത്തെ തട്ടി. ആവർത്തനം ശരിയാണ്. ഒരു ഹദീസ് 5-6 സ്ഥലത്ത് വന്നിട്ട് അത് ഒഴിവാക്കാം. പക്ഷെ ആവർത്തനം ഒഴിവാക്കിയാൽ തന്നെ എത്ര ഹദീസ് അല്ലല്ലോ അതിലുള്ളത്. അതിനെന്താ കാരണം എന്ന് നിങ്ങള് മൂപ്പര് തട്ടിയ ഹദീസുകൾ കേട്ടോളൂ. നിങ്ങൾ ഹജറുൽ അസ്വദിനെ കുറിച്ചുള്ള ഹദീസുകൾ അദ്ദേഹം തട്ടി. മിഅ്റാജിന്റെ ഹദീസ്
അത് വ്യാജ നിർമ്മിതമാണെന്നാണ് തട്ടിയത്. വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും അയാൾ തട്ടി. സിഹറുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും തട്ടി.